പത്രത്തിന്റെ പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് സെപ്റ്റംബർ 11 ബുധനാഴ്ച. തൃക്കേട്ട നാള്. എന്റെ അച്ഛന്റെ നാളാണ്. ഒരുപാട് പേര് അതായത് 4 ഫോളോവേഴ്സ് ഉള്ളതില് 2 ഫോളോവേഴ്സ് ഒരുപാട് ആൾക്കാർ മിസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കൂടെ ഇല്ലായിരുന്നു. അദ്ദേഹം ഭയങ്കര മിസ് ചെയ്യായിരുന്നു. എന്നാലും ഒരുപാട് തിരക്കുകളെല്ലാം മാറ്റി വെച്ച് വീണ്ടും നമ്മുടെ 1 മണിക്കൂർ ഞാൻ പിന്നെ എന്തൊക്കെ എഴുതി തന്നേക്കുന്നത്. അതേപോലെ തന്നെ ഒത്തിരി ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അവനെ പറ്റി, അവന്റെ സ്പോർട്സിന്റെ വിജ്ഞാനം ഞങ്ങൾക്ക് കൂടുതൽ അറിവ് പകരുന്നു എന്നൊക്കെ എല്ലാവരും നമ്മളെ അറിയിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കറിയില്ല, ഓക്കെ സാരമില്ല. ഇപ്രാവശ്യം നല്ല സ്പോർട്സ് പറയാൻ വേണ്ടി അവൻ വീണ്ടും നമ്മളോട് എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്നോട് ഞങ്ങൾ 10 മിനിറ്റിന് ഒരു സ്പോർട്സ് സെഗ്മെന്റ് തന്നെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോ ആ മഹാവ്യക്തിത്വം നമ്മുടെ കൂടെ തിരിച്ചു വന്നിരിക്കുകയാണ്. വന്നിട്ടേ ബാല സജിചേട്ടൻ പറയുന്ന പോലെ എന്റെ 100-ലധികം വരുന്ന 2-ലധികം വരുന്ന പത്രവാർത്താസിന്റെ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും 10-ൽ 2 കമന്റ് വിടുന്നത്. അപ്പോൾ വാർത്തകളിലേക്ക് പോകാം. വാർത്ത വായിക്കാൻ വേണ്ടി നമ്മൾ പത്രം എടുക്കുമ്പോൾ തന്നെ കാണുന്നത് എല്ലാ പത്രത്തിലും കുറെ പരസ്യങ്ങളുണ്ട്. സാംസങ്ങിന്റെ ആണെങ്കിലും എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കുറച്ച് പ്രമുഖ ഫ്രണ്ട് പേജിൽ എല്ലാം തന്നെ പരസ്യമുണ്ട്. അജ്മി ബിസ്മിയുടെ ഉണ്ട്, സാംസങ്ങിന്റെ ഉണ്ട്, റോയൽ എൻഫീൽഡ് ഉണ്ട്, ഒരുപാട് ഉണ്ട്. അതെ. അപ്പൊ എല്ലാവരും ഓണം ഓഫറിൽ പോയി സാധനങ്ങൾ വാങ്ങാം. എന്തായാലും അവർക്ക് ഒരു പരസ്യമൊക്കെ കൊടുത്തല്ലേ, നമ്മളും അങ്ങനെ തന്നെ പറയാ. അജ്മൽ ബിസ്മിയിൽ പോയിട്ട് 20 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഒക്കെ നിങ്ങൾ കരസ്ഥമാക്കി വലിയ ആൾക്കാർ. നേരത്തെ പറഞ്ഞ റോയൽ എൻഫീൽഡിന് ഇപ്പൊ 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബുള്ളറ്റ് മേടിക്കാനുള്ള EMI സ്കീം ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പുതിയ ബുള്ളറ്റ് 350 അടക്കം ഇഷ്ടം പോലെ ഉണ്ട്. ട്രൈ ചെയ്യൂ. പിന്നെ ഓണത്തിന് അധികം നാളുകളില്ല, ദിവസങ്ങളില്ല. വിരളിലുണ്ടാവുന്ന ദിവസം ഞാൻ കാര്യം കറക്റ്റ് അതെന്ന് പറയാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. അപ്പോ നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. എന്തൊക്കെയാണ് ജോസു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാവോ? ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ തന്നെ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. സുപ്രധാനമായ ഒരു വാർത്ത. അതെ. അപ്പൊ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് തന്നെ മണിപ്പൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് വളരെയധികം പ്രാധാന്യമാണ് ഇന്നത്തെ ദിവസവും ഉണ്ടായിട്ടുള്ളത്. അപ്പം മുഖ്യമന്ത്രി ലൈക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ കലാപങ്ങൾ വീണ്ടും തുടരുന്ന ഒരു അവസ്ഥ തന്നെയാണ് ആ പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. കലാപത്തി പടരുന്നു എന്നാണ് ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ പത്രങ്ങളിലും തന്നെ മണിപ്പൂരിലെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. അപ്പം പറയുന്നത് 3 ജില്ലകളിലാണ് കർഫ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായതുപോലെയുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റുന്ന എമർജൻസി സാഹചര്യം പോലത്തെ ഒരു സാഹചര്യമാണ് മണിപ്പൂരിൽ നിലനിൽക്കുന്നതെന്ന് പറയാതെ വയ്യ. 5 ദിവസത്തേക്കാണ് സംസ്ഥാനത്ത് ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, 5 ദിവസത്തേക്ക് ഇന്റർനെറ്റ് നിരോധിക്കുന്നത്. കാരണം ഈ അക്രമങ്ങളുടെയും മറ്റും എന്താ പറയാ വീഡിയോസ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വളരെ വേഗം സ്പ്രെഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വഴി കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത്, അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കാനായിരിക്കാം ഒരു പക്ഷെ. ഒരുപാടുണ്ട്. നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്ന പോലെ ഇന്റർനെറ്റ് നിരോധിച്ചതിന്റെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിലൂടെ ഈ അക്രമത്തിന് ചുക്കാൻ പിടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അവിടെ. ഇപ്പൊ വാട്സാപ്പിൽ കൂടെ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു 4 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും ട്വിറ്ററിൽ ട്രെൻഡിങ്ങിൽ വന്നു നിൽക്കുക. മണിപ്പൂരിലാണ് നടന്നതെന്ന് പറഞ്ഞ് അപ്പൊ അതൊക്കെ ഒരുപാട് പേര് വിശ്വസിച്ച് അത് വീണ്ടും റീഷെയർ ചെയ്യുന്നുണ്ട്. അതുമൂലം വീണ്ടും ആക്രമണം, അതായത് ഇതിന്റെ പേരിൽ മറ്റു പല സ്ഥലങ്ങളിലും വീണ്ടും ആക്രമണം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുന്നത്. പക്ഷെ ഒരുപക്ഷെ അവിടെ ചിലപ്പോ അതുകൊണ്ടുള്ള കാരണം അപ് ടു ഡേറ്റ് ആയിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും മാധ്യമങ്ങൾക്കൊക്കെ കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് ആകെ ഉള്ള ഒരു എന്താ പറയാ ആശ്രയം എന്ന് പറയുന്നത് മൊബൈൽ ഫോണും ഇന്റർനെറ്റ് ഒക്കെയാണ്. അതിപ്പോ അതൊരു പ്രശ്നമാണ്. ഇന്റർനെറ്റ് വന്നു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അവിടെയുള്ള നടന്ന സംഭവങ്ങൾ എന്താണെന്നെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. കാരണം ഇപ്പൊ അവരെ എടുത്തു വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അപ്പോഴായിരിക്കും പുറത്തു വിടുന്നത്.
അപ്പോൾ മാത്രം അവിടെ എന്താണ് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. അത് ഇപ്പോൾ ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ നമുക്ക് ഇന്റർനെറ്റ് വേണം, ഇല്ലെങ്കിൽ ഇതുപോലുള്ള അക്രമം നടക്കാതിരിക്കാൻ ഇന്റർനെറ്റ് നിരോധിക്കണം. അതുകൊണ്ട് രണ്ടും ഒരു ടാലിയായിട്ട് പോകും. എന്താണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴും തീരുമാനിക്കാൻ പറ്റുന്നില്ല. വിദ്യാർത്ഥികളും സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. 50-ലധികം പേർക്കാണ് ഇതിനകത്ത് അപകടം വന്നിട്ടുള്ളത്. 10-11 ദിവസത്തിനുള്ളിൽ 11-ലധികം ആളുകളാണ് മരണത്തിന് കാരണമായിട്ടുള്ളത്. ഈ കലാപം കൊണ്ട് മരണത്തിന് കാരണമായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. നമ്മുടെ ഒരു വിമുക്ത ഭടനെ പോലും വളരെ ക്രൂരമായിട്ട് മെയ്തി വംശജരെ അടിച്ചു കൊല്ലുകയും അതിന്റെ വീഡിയോകൾ പ്രചരിക്കുകയൊക്കെ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിന് സമാനമായിട്ടുള്ള അതിക്രമങ്ങൾ ഓരോ സ്ഥലങ്ങളിലും നടക്കുന്നു എന്ന് തന്നെയാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇംഫാൽ ഈസ്റ്റ്, വെസ്റ്റ്, തൗബൽ ജില്ലകളിലാണ് ഇപ്പം കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യം, വൈദ്യുതി, മുനിസിപ്പൽ ജീവനക്കാർ, മാധ്യമ പ്രവർത്തകർ, കോടതി പ്രവർത്തകർ എന്നിവർ ഉൾപ്പെടെയുള്ള അനാവശ്യ സേവനങ്ങളെ കർഫ്യൂവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെയിൻ കാര്യങ്ങൾ മാത്രം ഒഴിവാക്കി ബാക്കി എല്ലാ തരത്തിലൊരു എന്താ പറയാ ഒരു കർഫ്യൂ ആണ് നമുക്ക് തന്നെ പറയാം. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗാസയിലൊക്കെ നമ്മൾ അത്രയും അല്ലെങ്കിൽ ആക്രമണത്തിന്റെ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ അത്രയും കെടുതിയുള്ള സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നതിന് സമാനമായിട്ടുള്ള യുദ്ധസമാനമായിട്ടുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് പറയാതെ വയ്യ. നമ്മളിപ്പോ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞത് ബംഗ്ലാദേശിൽ ഇതുപോലെ തന്നെ ഒരു ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇതിനൊരു പരിഹാരം ഉടനെ കണ്ടില്ലെങ്കിൽ മറ്റൊരു ബംഗ്ലാദേശ് ആകും. അതായത് ഇതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നു ബംഗ്ലാദേശിൽ, അവിടെ കത്തുമായിരുന്നു. അത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം മുഴുവനും ഉള്ള ഒരു പ്രശ്നമാണ്. ഇതിപ്പോ മണിപ്പൂരിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു പരിധി എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മണിപ്പൂരിലെത്തി. മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനം മുഴുവൻ ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ശാശ്വത പരിഹാരം ഉടനെ കണ്ടില്ലെങ്കിൽ മറ്റൊരു ബംഗ്ലാദേശ് ആകാൻ വളരെ സാധ്യതകൾ കൂടുതലാണ്. കാങ്പോക്പിയിൽ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ സ്ത്രീയും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വിമുക്ത ഭടനും അടക്കമാണ് മരിച്ചത്. ഒരുപാട് ആളുകൾ ആ മേഖലയിൽ നിന്ന് ജീവനും കയ്യിൽ ഏന്തിക്കൊണ്ട് അവർ ആ ഗ്രാമം വിട്ടുപോകണം അല്ലെങ്കിൽ ആ ഏരിയ വിട്ടുപോകേണ്ട ഒരു അവസ്ഥ, പലായനം ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് ഇതെല്ലാം നയിക്കുന്നത്. മാത്രമല്ല CRPF ഉദ്യോഗസ്ഥർക്കെതിരെ പോലും അതിക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മെയ്തി വിഭാഗത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ തിങ്കളാഴ്ച നടത്തിയ ഒരു പ്രതിഷേധമാണ് ഇപ്പൊ വലിയൊരു ആക്രമണമായിട്ട് ഇങ്ങനെ മാറിയിരിക്കുന്നത്. 50-ലധികം പേർക്കാണ് ഇതിനകത്ത് പരിക്കുള്ളത്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കോലം കത്തിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥി നേതാക്കളുമായി മുഖ്യമന്ത്രി ബിരേൻ സിംഗും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പൊ ബിരേൻ സിംഗ് മെയ്തി വംശജരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ടീവായിട്ട് ചെയ്യുന്ന ഒരു ആളാണ്. അതെ. അപ്പം ഈ ജില്ലയിൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കാങ്പോക്പി ജില്ലയിൽ തന്നെയാണെങ്കിലും 46 വയസ്സുള്ള സ്ത്രീ അടക്കമാണ് മരിച്ചിട്ടുള്ളത്. അപ്പം ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെയുള്ള ബോംബാക്രമണത്തിലൊക്കെയാണ് ഇത്ര ആളുകൾ മരിക്കുന്നത് എന്നുള്ളത് ഭയങ്കര വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഒപ്പം തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ആസാം റൈഫിളിനെ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളൊരു കാര്യം അതിന്റെ ആലോചനകൾ നടക്കുന്നുണ്ടെന്ന്. അവരെ മാറ്റിയിട്ടുണ്ട്. കാരണം ആസാം റൈഫിൾസ് കുറച്ചും കൂടെ കുങ്കികൾക്ക് ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു എന്താ പറയാ വിങ് ആണെങ്കിൽ പോലും ആ ഒരു കാര്യം കൊണ്ടാണോ അല്ലയോ എന്ന് അറിയില്ല. പക്ഷെ കുങ്കികൾ വളരെ കമ്പയർഡ് ടു മെയ്തി ഗോത്രവർഗം ഭയങ്കരമായിട്ട് കുറവ് എന്താ പറയാ ആയുധങ്ങളോ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിവോ ഉള്ള അല്ലെങ്കിൽ സപ്പോർട്ടുകളൊക്കെ കുറവുള്ളൊരു ആളുകളാണ്. അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസാം റൈഫിൾസ് ആയിരുന്നു. അവരെ മാറ്റി CRPF-നെയാണ് ഇപ്പം വെച്ചേക്കുന്നത്. അപ്പം അതും എങ്ങനെയൊക്കെയാണ് ഇതിന്റെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് നമുക്ക് അറിയത്തില്ല. എങ്ങനെയായിരിക്കും അത് വരാൻ പോവാന്ന്. ഇനി ഗവൺമെന്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു കലാപമാണോ എന്നും കൂടി സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇതൊക്കെ വഴിവെക്കുന്നത്. അപ്പം ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ എന്താ പറയാ മണിപ്പൂരിലെ കലാപം എന്ന് പറയുന്നത്. നമ്മളെല്ലാ ദിവസവും പറയുന്നുണ്ട് 17 മാസത്തോളമായിട്ട് അവിടെ ഈ അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ സർക്കാർ ഇതുവരെ അത് മോദി ഇതുവരെ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വേദനാജനകമായ. ഈ ഇലക്ഷന്റെ സമയത്ത് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇതുവരെ ചെയ്യാൻ പറ്റാത്തതൊക്കെ വളരെ വേദനാജനകമായ കാര്യമാണ്. എന്തിനു വേണ്ടിയാണെന്ന് വരെ ചിന്തിച്ചു പോകും. അതായത് ഇതിപ്പം സർക്കാർ വരെ ഇതിനകത്ത് കുറ്റവാളി എന്ന് പറഞ്ഞ് വിളിക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ വരുന്നത്. കാരണം ഇതിനെതിരെ നടപടി എടുക്കാത്തത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ്.
അപ്പൊ രാജ്യത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോ നമ്മള് പുറം രാജ്യത്തെ സമാധാനത്തിന് വേണ്ടി പോകുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് നമുക്ക് ഏറ്റവും മനസ്സിലാവാത്തൊരു കാര്യമായിട്ട് പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ ഏറ്റവും എനിക്ക് തോന്നുന്നു വാർത്തകളിൽ ഏറ്റവും കൂടുതൽ ഒരു ഇടം പിടിച്ച് ചർച്ച ആയിട്ട് വന്നൊരു വാർത്തയായിരുന്നു. കൊച്ചിയിൽ കാണാതായിട്ടുണ്ടായിരുന്ന വയോധികയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഒരു വാർത്ത. അതെ, കൊച്ചിയിൽ കാണാതായ യുവതിയെ ആലപ്പുഴയിലാണ് കാണാതായത്. അപ്പം ഇതൊരു സിമിലർ ടു ആദ്യം നരബലി കേസ് നടന്നതുപോലെയുള്ള ഒരു എന്താ പറയുക ഭീതി ക്രിയേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ന്യൂസ് ആണ്. കാരണം ഒരു ദിവസം ഒരാളെ കാണുന്നില്ല. ഒരു ഷർമിള എന്ന് പറയുന്ന മാത്യൂസ് എന്ന് പറയുന്ന 2 ആളുകളാണ് ഇതിന്റെ പുറകിൽ നിന്നാണ് ഇപ്പൊ സംശയിക്കുന്നത്. ഈ ആളുകളുമായിട്ട് ഈ സ്ത്രീക്ക് ഒരു തരത്തിലുള്ള ബന്ധമില്ലെന്നാണ് ഈ കുടുംബക്കാർ പറയുന്നത്. അപ്പൊ റോട്ടിൽ നിന്ന് ഒരു മനുഷ്യനെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയതുപോലെയാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ ഷർമിളയെയും മാത്യൂസിനെയും കണ്ടാൽ മാത്രമേ അതൊരു ക്ലാരിറ്റി വരത്തുള്ളൂ. പക്ഷെ എന്തും നടക്കുന്ന അല്ലെങ്കിൽ പൈസക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫേവറിന് വേണ്ടിയോ മനുഷ്യരെ ഇങ്ങനെയൊക്കെ കാണുന്ന ആളുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തെ കേസുകളുടെ എണ്ണം കൂടുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം കൊച്ചിയിൽ കാണാതായിട്ടുള്ള വയോധികയെ കൊല്ലപ്പെട്ടില്ല. ആലപ്പുഴയിൽ ഈ ഷർമിളയും മാത്യൂസും ഒക്കെ താമസിച്ചിരുന്ന പറമ്പിൽ നിന്നാണ് അവരെ അതെ 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 അതെ. അപ്പം അതിന്റെ ഒപ്പം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്മ ഉപയോഗിച്ചിരുന്ന സുഭദ്ര എന്ന് പറയുന്ന അമ്മ ഉപയോഗിച്ചിരുന്ന ഗോൾഡ് ആഭരണങ്ങൾ കാണുന്നില്ല. അത് 27,000 രൂപയ്ക്ക് എന്തോ എവിടെയോ പണയം വെച്ചെന്നോ അങ്ങനെ എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം ഈ മാത്യൂസിനെയും ഷർമിളനെയും കണ്ടാൽ മാത്രമേ ഇതിനകത്തൊരു അല്ലെങ്കിൽ അവരെ കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ ഒരു ക്ലാരിറ്റി ഈ വിഷയത്തിൽ വരത്തുള്ളൂ എന്നുള്ളൂ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതായത് നമ്മള് അതിന് സമാനമാണെന്നൊരു തരത്തിൽ അതെ അതെ. പക്ഷെ ആ ഒരു വിഷ്വൽ ശബ്ദങ്ങൾ കാണും നമുക്ക് ആ ടെറർ ഫീൽ ചെയ്യും. രണ്ടൊരു അമ്മ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരാള്. അപ്പൊ അതെ അതെ. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവര് വീട്ടിൽ നിന്ന് തീർത്ഥയാത്രയ്ക്കായിട്ട് ഇറങ്ങിയൊരു അമ്മയാണ്. അപ്പം അവരെ എന്തോ പറഞ്ഞ് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയതാകാം എന്നാണ് ഇതുവരെയുള്ള നിഗമനം. അപ്പൊ അതൊരു വലിയ വാർത്തയായിട്ട് പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കുറച്ച് നാളുകളായിട്ട് ഇപ്പം നമ്മളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് എന്താ പറയാ ഒതുങ്ങി എന്നും അല്ലെങ്കിൽ അത് പ്രശ്നങ്ങൾ തീർന്നു എന്നൊക്കെ വിചാരിച്ചു അൻവറിന്റെ വിഷയമൊക്കെ ഇട്ട് വീണ്ടും വന്നു. അതെ അതെ. അപ്പം ഇത്തവണയും സ്റ്റാർ ആയിരിക്കുന്നത് കോടതി തന്നെയാണ്. അല്ലെങ്കിൽ കോടതിയാണ് ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. 4 വർഷം എന്ത് ചെയ്തു? അതെ അതെ അത് തന്നെയാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾക്ക് ചോദിക്കാനുള്ള ചോദ്യം തന്നെയാണ്. 4 വർഷം എന്ത് ചെയ്തു എന്നാണ് കോടതിയും ചോദിച്ചിട്ടുള്ളത്. നടപടി റിപ്പോർട്ട് നൽകാൻ SITക്ക് 2 ആഴ്ചയാണ് കോടതി കൊടുത്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കാര്യങ്ങള് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു നടപടിയാണ് ഇപ്പൊ കോടതി സ്വീകരിച്ചിരിക്കുന്നത്. കമ്മിറ്റിയോട് പറയാത്തതും പരാതിയായി നൽകാമെന്നൊക്കെ മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതുമായിട്ടുള്ള വേറെ അപ്ഡേറ്റുകളുടെ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനോട് ചോദ്യ ഉത്തരങ്ങൾ ഹൈക്കോടതി റിപ്പോർട്ട് SITക്ക് കൈമാറണം. അതിന് കുറെ ചോദ്യോത്തരങ്ങളുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഒരുപാട്. അപ്പം ഈ വിഷയത്തിൽ നിർണായക ചോദ്യങ്ങൾ ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ ലഭിച്ച റിപ്പോർട്ട് പ്രകാരം പ്രശ്നം ഉണ്ടെന്ന് വ്യക്തമായിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്നും ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ നടപടി എടുക്കുകയല്ലേ നല്ല ഭരണ നിർവഹണം എന്നുമാണ് അദ്ദേഹം അല്ലെങ്കിൽ കോടതി ചോദിച്ചിട്ടുള്ളത്. അപ്പം IG പറഞ്ഞിട്ടുള്ള ഒരു റിപ്ലൈ എന്ന് പറയുന്നത് കമ്മിറ്റിയുടെ കണ്ടെത്തലിൽ ഇതുവരെ ലഭിച്ച വിവരങ്ങളിൽ നിന്ന് കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം ഇല്ലായിരുന്നു എന്നുള്ളൊരു എന്താ പറയാ മറുപടിയാണ് IG കൊടുത്തത്. അപ്പോ പിന്നെ ഒരു ചോദ്യം ഉയർന്നു വന്നത് 2019 ഡിസംബറിൽ ലഭിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അതാണ് അപ്പൊ DGP എന്താണ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ ഇതുവരെ രണ്ടുപേരും 2 തവണ ചോദിക്കുന്നത്. ഇവിടെ വേറെ അല്ല, അത് രണ്ടും ഒന്നാണ്. അത് 2 രീതി എഴുതിയെന്നുള്ളൂ. അതേപോലെ തന്നെ വേറൊരു ചോദ്യം എന്ന് പറയുന്നത് കമ്മിറ്റിയുടെ കണ്ടെത്തലിൽ ഇതുവരെ ലഭിച്ച വിവരത്തിൽ നിന്ന് കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം ഇല്ലെന്ന് അയാൾ പറഞ്ഞല്ലോ. വേറൊരു ചോദ്യം കോടതി ചോദിച്ചിരിക്കുന്നത് കോടതി കുറ്റകൃത്യങ്ങൾ നടത്തുന്നതുമായി സംബന്ധിച്ച് റിപ്പോർട്ട് പറയുമ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് എന്നും ചോദിച്ചിട്ടുണ്ട്.
തങ്ങൾക്കെതിരെ ഉള്ളതും അല്ലാത്തതുമായ പല കുറ്റങ്ങളെക്കുറിച്ച് മൊഴി നൽകിയവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം. തുടർ നടപടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ടു പോകണം. പ്രഥമ ദൃഷ്ട്യാ IPC കുറ്റങ്ങളും പോക്സോ കേസുകളും ഉണ്ട്. എന്തുകൊണ്ട് നടപടി എടുത്തുകൂടാ എന്ന് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഐജു പറഞ്ഞിട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ് SIT രൂപീകരിച്ചതെന്നാണ് ഐജിയുടെ ഒരു മറുപടി വന്നിട്ടുള്ളത്. പിന്നെ കോടതി ചോദിച്ചിട്ടുള്ളത് 4 വർഷത്തിന് ശേഷമാണിത്. ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കാര്യം പറഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താകും സ്ഥിതി എന്നാണ് ഒരുപാട് ആളുകളുടെ സംശയമാണ്. അതായത് ഒരു കംപ്ലൈന്റ് വന്നിട്ട് പിന്നെ 4 വർഷം കഴിഞ്ഞ് FIR രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങൾ വരുമ്പോൾ ഒരു പക്ഷെ ഓർമ്മയുടെ പ്രശ്നങ്ങൾ വരാം, കറക്റ്റ് ആയിട്ട് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റാതെ വരാം. ഇതൊക്കെ നാളെ കോടതിയിൽ വരുമ്പോൾ റിവേഴ്സ് ആയിട്ടുള്ള ഒരു ഫലം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഐജു പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ടിൽ സംഭവങ്ങളുടെ വിവരണം മാത്രമാണുള്ളത്. ഇരയായവരുടെ വിശദാംശങ്ങൾ ഇല്ല, കുറ്റകൃത്യം ചെയ്തവരുടെയും കാര്യങ്ങളില്ല, സ്ഥലമോ പറയുന്നില്ല എന്നൊക്കെയാണ് അപ്പം എക്സ്പ്ലനേഷൻ പറഞ്ഞത്. അപ്പൊ കോടതി ചോദിച്ചത് അജ്ഞാതർ ആക്രമിച്ചെന്ന് ഒരാൾ അറിയിച്ചാൽ ഒന്നും ചെയ്യില്ലേ, ഒരു മൃതദേഹം കണ്ടെത്തിയാൽ തുടർ നടപടി ഉണ്ടാകില്ല എന്ന് ചോദിച്ചപ്പോൾ ഐജി പറഞ്ഞത് ഇത് അതുപോലെയുള്ള കാര്യമല്ല, വിശദാംശങ്ങൾ രഹസ്യമാക്കി വെക്കണമെന്ന് ഉറപ്പിലാണ് കമ്മിറ്റിക്ക് മുൻപിൽ പലരും മൊഴി നൽകിയിരിക്കുന്നത്. ഇക്കാര്യം റിപ്പോർട്ടിൽ ആവർത്തിച്ചു പറയുന്നുമുണ്ട്. മറ്റൊരു കാര്യത്തിനും മൊഴികൾ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് ആളുകളുടെ കയ്യിൽ നിന്ന് മൊഴി വാങ്ങിയത്. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് ആക്ഷൻ എടുക്കാത്തതെന്നാണ് ഐജി പറഞ്ഞേക്കുന്നത്. അപ്പൊ പിന്നെയും കോടതി ചോദ്യം ചോദിച്ചിട്ടുള്ളത് പല കുറ്റങ്ങളും അതിജീവിതകൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പ്രോസിക്യൂഷൻ നടപടികൾക്ക് താല്പര്യം ഇല്ലായിരിക്കാം, അത് വേറെ വിഷയമാണ്. അതിജീവിതകൾ മുന്നോട്ട് വരാത്തത് പല കാരണങ്ങൾ കൊണ്ടാകാം. ലഭിച്ച വിവരങ്ങളിൽ സർക്കാർ നടപടി എടുത്തിട്ടുണ്ടോ എന്നതാണ് പ്രധാനം. ഐജി പറഞ്ഞ ഭാവിയിലേക്ക് പരിഹാരം കാണുകയായിരുന്നു ലക്ഷ്യം എന്നൊക്കെയാണ് പറഞ്ഞ് ഒപ്പിച്ചേക്കുന്നത്. അതെ. അപ്പോഴും കോടതി ചോദിച്ചു 4 വർഷമായിട്ട് നിങ്ങൾക്കൊരു പരിഹാരം ആയില്ലേ, നിങ്ങൾക്കൊരു നടപടി ആയില്ലേ എന്നാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. കോടതിയെങ്കിലും അതെ. അപ്പൊ കോടതി വളരെ വ്യക്തമായിട്ട് ഈ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. അപ്പം ഈ എവിടെയാണ് ഫുൾ റിപ്പോർട്ട് നമുക്ക് കിട്ടണം എന്നുള്ള കാര്യങ്ങളിലും അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനുണ്ടായ വീഴ്ചയൊക്കെ ഹൈക്കോടതി വളരെ കാര്യമായിട്ടാണ് ഡീൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ഒളിച്ചു കളി പൊളിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആളുകളുടെ സ്വകാര്യത. അപ്പൊ പലപ്പോഴും ഒരു കേസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അക്യൂസിഷൻ പറയുമ്പോൾ എത്രയും പെട്ടെന്ന് അത് ആരാണെന്ന് അറിയണം, ഏത് നായികയാണ് ഏതാണെന്ന് അറിയേണ്ട ഒരു ടെൻഡൻസിയാണ് ആളുകൾ കാണിക്കുക. അപ്പം അത്തരത്തിൽ സ്വകാര്യത സംരക്ഷിക്കാൻ മാധ്യമങ്ങളും അന്വേഷകരും ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അതേപോലെ തന്നെ അന്വേഷണ പുരോഗതി മാധ്യമങ്ങളെ അറിയിക്കുകയും വേണം. അതെങ്ങനെ എന്തോ നിവിൻ പോളിയുടെ കേസിൽ പരാതിക്കാരിയുടെ വിവരങ്ങൾ പ്രദർശിപ്പിച്ച 17 യൂട്യൂബേഴ്സ് മാധ്യമങ്ങൾക്കെതിരെ ഹൈക്കോടതി കേസെടുത്തിട്ടുണ്ട്. അപ്പൊ അതിജീവിത ഇങ്ങനെ പരാതിക്കാരികളുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും ആരും പുറത്തു പറയാൻ പാടില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സ്വകാര്യതയെ മാനിക്കണം. കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. അല്ല, അതിനർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഏറ്റവും കൂടുതൽ ക്രൂസിഫിക്സ് പറയുന്ന ഡേറ്റുകളുടെ കാര്യത്തിലാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ മുമ്പ് നടന്നൊരു കാര്യം, ഞാൻ ഒരിക്കലും ഇതിൽ ശരിയും തെറ്റും ഒന്നും പറയുന്നല്ല. നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് തെറ്റ് പറ്റുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാള് ഇപ്പൊ എന്റെ എക്സാമ്പിൾ പറയുമ്പോ ദൃശ്യ സിനിമയിലെ പോലെ കാണാപ്പടം പഠിച്ചാലേ നമുക്ക് തെറ്റു പറ്റാതെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് ഇത് നമ്മൾ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നു അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് മാത്രം അവര് തെറ്റുകാരിയാവുകയോ അല്ലെങ്കിൽ നിവിൻ പോളി ശരിയാവുക അല്ലെങ്കിൽ നിവിൻ പോളി തെറ്റാവുകയോ അവർ ശരിയാവുകയോ ഒന്നുമില്ല. അപ്പൊ അതൊരു പ്രോസസ്സാണ്. അപ്പം അതിന് തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് അതെ നമുക്കൊരു 4 വർഷമൊന്നും പറ്റില്ല. അതെ 4 വർഷം ഇത് റിപ്പോർട്ട് വന്നതാണ്. അപ്പം റിപ്പോർട്ട് വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു, കഴിഞ്ഞ ദിവസം സൗമ്യ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഒക്കെ റിപ്പോർട്ട് വന്നപ്പോ നമ്മള് മറ്റൊരു അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ ആ പാട്ടിൽ അഭിനയിച്ചപ്പോ അവരൊക്കെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിൽ വന്നതാണ്. ഏകദേശം ഒരു 17 വയസ്സങ്ങാണ്ടുള്ളപ്പോഴാണ് ഈ കൊച്ചു സിനിമയിൽ വരുന്നത്. നല്ല ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ പോലും സിനിമ എന്നൊരു പാഷൻ ഉണ്ടല്ലോ, സിനിമയിൽ എത്തിപ്പെടുക. അപ്പം ഇപ്പൊ ഞാൻ പറയുന്ന ആണുങ്ങൾക്ക് മാത്രമല്ലല്ലോ സിനിമയിൽ. ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുമ്പോൾ 100 നടന്മാരെ പറയുകയാണെങ്കിൽ നമ്മൾ മമ്മൂട്ടിയുടെ കഷ്ടപ്പാട്, മോഹൻലാലിന്റെ കഷ്ടപ്പാടൊക്കെ പറയും. അവരെക്കാൾ വലിയ സ്ട്രഗിൾസ് ഒരു പക്ഷെ സ്ത്രീകൾക്കും സഹിക്കേണ്ടി വരുന്നുണ്ട് ഒരു സ്റ്റാർഡത്തിലേക്ക് എത്താനും. അപ്പൊ നമ്മൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തൂടെ ഇങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയാ ഇത്തരത്തിലുള്ള വലിയ ബൗണ്ടറികളാണ് അവർക്ക് മുമ്പുള്ളത്. അതൊക്കെ കടന്നാണ് അവർക്ക് വരേണ്ടത്. അപ്പം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ കുടുംബം ഉപേക്ഷിച്ച് തിരിച്ച് കുടുംബത്തിലോട്ട് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്
സക്സസ് ആവാതെ ആര് സ്വീകരിക്കും? പലപ്പോഴും ഇതുകൊണ്ടൊക്കെയാണ് പല ആളുകളും ഇതിനകത്ത് ട്രാപ്പായി പോകുന്നത്. അപ്പൊ നമ്മൾ പറയും പോലെ ഈസി അല്ല ഇതൊന്നും. അപ്പൊ ആ സ്ത്രീ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവര് 17 വയസ്സിൽ സിനിമയിലോട്ട് വരുമ്പോൾ അച്ഛനും അമ്മയും കൊടുക്കാത്ത സപ്പോർട്ടോട് കൂടി ഒരു സംവിധായകൻ അയാളുടെ ഭാര്യയും വരികയാണ്. അപ്പം അവർക്ക് എന്താ ചെയ്യുക? അവര് വിചാരിച്ചു ഓക്കെ എന്റെ പാരന്റ്സ്, അപ്പൊ 17 വയസ്സെന്നൊക്കെ നമുക്കറിയാം, നമുക്ക് തന്നെ 17 വയസ്സിലുണ്ടായിരുന്ന ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു നിഷേധാത്മകമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടൊക്കെയാ. അപ്പൊ ഈ കുട്ടി അയാളെ ട്രസ്റ്റ് ചെയ്യുമ്പോ ഒക്കെ പിന്നീട് ആ ട്രസ്റ്റ് അയാളോട്ട് ബിൽഡ് ചെയ്ത് വരുമ്പോ അയാള് ആ കുട്ടിയോട് കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവരിപ്പോ വലിയ സ്ത്രീയാണ്, അപ്പൊ അവരോടൊക്കെ കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസാക്ഷിയിൽ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന കാര്യമാണ്. ഇരുമ്പ് റോഡ് ഉപയോഗിച്ച് അവരെ എന്താ പറയാ ലൈംഗികമായി ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ ഉപദ്രവിക്കുക, അസോൾട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അത് ആരാണെന്നുള്ള രീതിയിലൊക്കെ, അതായത് ചെയ്ത ആൾ ആരാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പം ആളുകൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ഇവരുടെ വന്ന സമയത്ത് ഈ സംവിധായകൻ അങ്ങനെയൊക്കെ. അപ്പൊ ഫേമസ് ആയിട്ടുള്ള ഒരു സംവിധായകൻ, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള നടിയുടെ ഹസ്ബൻഡ് കൂടിയാണ് ഈ ആളെന്നാണ് ഒരു ഇത് പറയുന്നത്. അതായത് മലയാള സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന, ഇപ്പോഴും സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലേഡിയുടെ ഹസ്ബൻഡ്, അന്നത്തെ മുൻ ഭർത്താവായിരുന്ന ഒരു ആള്. അപ്പൊ അയാളും അയാളുടെ ഭാര്യ, എന്നാൽ അയാള് രണ്ടൊരു കപ്പിൾസ് ആണ്. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ വരെ കടന്നുപോയിട്ടുള്ള ആളുകളാണ്. അപ്പം റീകോൾ ചെയ്ത് എടുക്കുമ്പോ മിസ്റ്റേക്കുകൾ വരാം. അപ്പം നമ്മളത് മിസ്റ്റേക്കുകൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അവര് ശരി ഇവര് ശരി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇതാരുടെ ഭാഗത്തെന്ന് പറയല, അല്ലെങ്കിൽ നിവിൻ പോളി തെറ്റാണെന്നോ ശരിയാണെന്നൊന്നും നമുക്ക് പറയാനുള്ള ഒരു ഇതില്ല. അല്ലെങ്കിൽ അയാൾ തെറ്റാന്ന് പറയാൻ നമ്മളില്ല, ശരിയാണെന്ന് പറയാം, അതല്ല പറയുന്നത്. അപ്പം നമ്മള് പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ പറ്റി പറയുമ്പോൾ നമുക്ക് അവരെ സേഫ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്നുള്ളൊരു ജസ്റ്റ് ഉള്ളൂ. അത് നാച്ചുറൽ. അപ്പം അത്തരത്തിലുള്ള വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇവര് പറയുന്നത്, ഈ സ്ത്രീ തന്നെ പറയുന്നത്, ഇവരെ ഒരു മലയാള സിനിമയുടെ സെറ്റിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇവര് ഇങ്ങനെ കല്യാണ ഡ്രസ്സിലിട്ട് ആ ഡ്രസ്സിൽ തന്നെയാണ് ഇവരെ ലൈക്ക് ആ ഡ്രസ്സിലിട്ട് വീട്ടിൽ കൊണ്ടുവന്നാണ് ഇവരെ ഉപദ്രവിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വൈകൃതങ്ങൾ നടന്നൊരു ഇൻഡസ്ട്രി ആണ്. അപ്പം ഏതെങ്കിലും രീതിയിൽ അവർ ചോദ്യം ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും കാലത്ത് ഒരു കാവ്യനീതി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമില്ലേ, അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിലെങ്കിലും ഇവരെ വരിക, അല്ലെങ്കിൽ ഇവരുടെ ഈ വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു അത്രമെങ്കിലും ഈ ഇരകൾ ഡിസേർവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് വിഷയം വരുന്നത്. അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കോടതി വളരെ ശക്തമായിട്ട് ആഞ്ഞടിച്ചിട്ടുണ്ട്, ഫുൾ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഫുൾ റിപ്പോർട്ട് കൊടുക്കേണ്ട ഒരു അത്യാവശ്യം ഇവർക്ക് വരും. അപ്പം അതെ അപ്പം ഇരകളുടെ പേരുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് കറക്റ്റ് ഇൻസിഡൻസ് ഒക്കെ പറഞ്ഞ് അത് ചെയ്യുന്ന ഒരു ഇത് വരും. അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഒരു സെക്ഷനിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം സിനിമയുടെ നല്ല, അല്ലെങ്കിൽ ഒരു ഇത്രയോ പെർസെന്റേജ് ആളുകളുടെ ഒരു കാര്യം മാത്രമാണ്, എല്ലാ സിനിമയും ഈ പറയുന്ന പോലെ മോശക്കാരാണെന്നോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഈ കാര്യം നമ്മുടെ ഹൈക്കോടതി നേരിട്ട് ഏറ്റെടുത്ത് ഗവൺമെന്റിനോട് ചോദിച്ചിരിക്കുകയാണ്. കാരണം ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ ഇപ്പൊ മുകേഷിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ആരും അറിയാതെ കുറെ പേര് മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത് വെളിയിൽ പോയി ഇറങ്ങിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യം കിട്ടും. ഇന്നലെ നമ്മൾ സംസാരിച്ച ഒരു പ്രമുഖ സംവിധായകൻ ജാമ്യം എടുത്തത്. അതെ, ഇപ്പൊ സംവിധായകന്മാർ ജാമ്യം എടുക്കട്ടെ. ലൈക്ക് മുകേഷിനെതിരായ കേസ് പരാതിക്കാരി അപ്പീൽ നൽകിയ സർക്കാർ പിന്തുണയ്ക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പരാതിക്കാരിയെ പിന്തുണയ്ക്കും. ഇങ്ങനെയാണ് ഇവർക്ക് പല ആളുകൾക്കും, അതായത് പരാതിക്കാരി അപ്പീൽ നൽകിയാൽ നൽകാണോ വേണ്ടയോ എന്ന്. അതെ. പിന്നെ ഞാൻ പറഞ്ഞത് ഇത്രയും വലിയ അധികാരവും ശക്തിയും പവർക്ക് എതിരെ നിൽക്കുമ്പോ എത്ര ആളുകൾ അതൊരു കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാവേണ്ടത്. അതെ, അതിൽ പറയുന്നത് പല കുറ്റങ്ങളും അതിജീവിതകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് പ്രോസിക്യൂഷൻ നടപടികൾക്ക് താല്പര്യം ഇല്ലായിരിക്കാം. അത് വേറെ വിഷയമാണെന്ന് പറഞ്ഞേക്കണേ. അതോർത്ത് നിങ്ങൾ വേറെ ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നടപടി എടുക്കാത്ത എന്താണ് എന്നാണ് സർക്കാരിനോട് ചോദിച്ചേക്കുന്നത്. അങ്ങനെ കോടതി എങ്കിലും നമുക്ക് വേണ്ടി ഉണ്ടല്ലോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആശ്വസിക്കാം. അപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ തന്നെ വേറൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല, എന്നാൽ ഒരു പീഡനവുമായി ബന്ധപ്പെട്ടാണ്. കോളേജ് ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിനിക്ക് പീഡനം, സഹപാഠിയായ SFI-കാരൻ ജയിലിലാണ് പീഡിപ്പിച്ചതിനെ തുടർന്ന്. ഇതെല്ലാം അറിഞ്ഞിട്ടും അധികൃതർ ഇതിനെതിരെ ഒരു ആക്ഷനും എടുത്തില്ല. 1 മാസത്തിന് ശേഷമാണ് ഈ SFI-കാരനായ വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ ശ്രീ
കേരളവർമ്മ കോളേജിൽ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട് വിദ്യാർത്ഥിനിക്ക് പീഡിപ്പിച്ചത്. കോളേജിലെ വിദ്യാർത്ഥിയും SFI നേതാവുമായ സനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിലടച്ചു. പീഡനവും തുടർന്നുണ്ടായ പോലീസ് അറസ്റ്റും കോളേജ് മാനേജ്മെന്റിനെ അറിയിക്കുന്നതിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് ഗുരുതര വീഴ്ച വരുത്തിയെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ മാസം 15-നായിരുന്നു സനീഷിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ കോളേജ് മാനേജറായ കൊച്ചി ദേവസ്വം ബോർഡ് സെക്രട്ടറി ഇക്കാര്യം അറിഞ്ഞത് കോളേജിലെ സംഭവങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ മാസം 4-നാണ്. അതായത് ഒരു മാസമായിട്ട് കോളേജിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള വലിയ സംഭവങ്ങളൊന്നും അതിന്റെ മേലോട്ടുള്ള അധികൃതർ ആരും തന്നെ അറിയുന്നില്ല എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും അത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മെയ് 23-ന് കോളേജിലെ ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിയെ 2ാം വർഷ ഡിഗ്രി പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായ സനീഷ് പീഡിപ്പിച്ചെന്നാണ് പരാതി. അതായത് കഴിഞ്ഞ വർഷം നടന്ന ഒരു സംഭവമാണ് ഇപ്പം ഒന്ന് പുറത്തു വരുന്നത്. അപ്പൊ അതൊന്നും കോളേജുകൾ റിപ്പോർട്ട് ചെയ്യുകയോ അതിന്റെ തുടർ നടപടികളോ ഒന്നും തന്നെ നമ്മൾ അറിയുന്നില്ല എന്നത് വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. അതെ അതെ. അപ്പൊ അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് രണ്ടാളുകളും സ്നേഹത്തിലായിരുന്നു. ഇയാൾക്ക് വേറെയും റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവര് SFIക്ക് കംപ്ലൈന്റ് കൊടുത്തു, കമ്മിറ്റിക്ക് കംപ്ലൈന്റ് കൊടുത്തു. ഇത് പരിഹരിക്കാനെന്ന രീതിയിൽ ഇവരെ വിളിച്ചു വരുത്തി ഇവരെ തല്ലുകയും പിന്നീട് ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് കേസ്. ഇവര് ഇതുമായി ബന്ധപ്പെട്ട് വേദനയിലാൽ ആത്മഹത്യാ ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നൊക്കെ ഉണ്ടെന്നാണ് അതിനകത്ത് പറയുന്ന മെയിൻ കാര്യങ്ങൾ. അപ്പം ഈ കുട്ടിക്ക് ഇപ്പൊ പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നാ പറയുന്നത്. കാരണം നമുക്കൊരു ട്രോമ ഉണ്ടായ ക്ലാസ് റൂം വേറെ എവിടെ ക്ലാസ് റൂമിൽ ഇനി എങ്ങനെ ഇരിക്കാൻ പറ്റും? ക്ലാസ് റൂം മാത്രമല്ല എല്ലാ ക്ലാസ് റൂമുകളും ട്രോമ അവരെ ഹിറ്റ് ചെയ്യുന്നൊരു ഫാക്ട് ആയിട്ട് വരുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ്. അതെ അതെ അതെ. അപ്പം ഇതിനകത്ത് സത്യം പുറത്തു വരട്ടെ. തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. അതെ. അപ്പം അതും പ്രധാനപ്പെട്ട പത്രങ്ങൾ ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും അത് വാലിഡ് ആണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ വരട്ടെ നമുക്ക് പറയാം. അതേപോലെ തന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ PV അൻവറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. PV അൻവറിന്റെ ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ അപ്ഡേറ്റ്സുകൾ പ്രമുഖ പത്രങ്ങളിൽ വന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RSS കൂടിക്കാഴ്ച അജിത് കുമാറിനെ മാറ്റുമോ എന്നൊരു സംശയമാണ് ഉള്ളത്. ഇന്നറിയാം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് അറിയാൻ പറ്റുമോ എന്നാണോ എന്തോ. പാർട്ടിനെ പരിചയമാക്കി പിണറായി ഒരു ഉഗ്ര മറുപടിയൊക്കെ കണ്ടിട്ടുണ്ട്. RSS ബന്ധം ആരോപിച്ച് CPIനെ തകർക്കാമെന്ന് കരുതണ്ട. CPM പിന്തുണച്ചിട്ടില്ല. ഒന്ന് കട്ടിക്കങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കും എന്നുള്ളൊരു വിചാരം ചില സമയങ്ങളിലുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. മൗനം വെടിയാതെ മുഖ്യമന്ത്രിയുടെ മറുപടി എന്നാണ് മലയാള മനോരമ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ PV അൻവറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസുകാരെ പറ്റി വലിയ കംപ്ലൈന്റുകളുടെ ഒരു ശൃംഖല തന്നെയാണ് ഇങ്ങനെ വന്നത്. അപ്പം ആ വിഷയങ്ങളിൽ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളിൽ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ മലപ്പുറം SP ആയിട്ടുള്ള 8 DYSPമാർക്ക് സ്ഥലം മാറ്റം, MV മണികണ്ഠനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നാണ് പ്രമുഖ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, മലപ്പുറത്ത് SP S ശശിധരനെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ മുഴുവൻ സബ് ഡിവിഷനുകളിലെ ഉദ്യോഗസ്ഥർക്കും സ്ഥലം മാറ്റം ഉണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലീസുകാർക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് പറയുന്നത്. ഓഫീസിലെത്തിയ യുവതിയോട് ദുരുദ്ദേശത്തോടെ പെരുമാറിയ DYSP PMV മണികണ്ഠനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഒരു 26 വയസ്സുള്ള ഒരു പെൺകുട്ടി പരാതിയുമായി ഇയാളുടെ അടുത്ത് എത്തിയെന്നും ആ കൊച്ചിനെ ഇയാള് അനധികൃതമായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ആവശ്യമില്ലാതെ അനുമതി ഇല്ലാതെ തന്നെ ചോദ്യം ചെയ്തുവെന്നും പിന്നീട് ഇവരെ ഇയാളുടെ വണ്ടിയിൽ കയറ്റി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടു എന്നുള്ള ഒരു കാര്യമാണ് മണികണ്ഠനെതിരെ ഉള്ള ഒരു അലിഗേഷൻ ആയിട്ട് ഉള്ളത്. അപ്പൊ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ ഇതിനു മുമ്പും ഈ DYSPക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിയമം സംരക്ഷിക്കേണ്ട ആളുടെ ഭാഗത്തു നിന്നാണ് ഇത്രയും മോശം പ്രവർത്തനങ്ങൾ. അത് ഒന്നിലേറെ തവണ ഉണ്ടായിട്ടുണ്ടെന്നാണ് ജനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ടാണ് ഇപ്പൊ അയാൾക്കൊരു എന്താ പറയാ അയാൾക്കൊരു സ്ഥലം മാറ്റം, സസ്പെൻഷൻ ഒന്നും അല്ല, സസ്പെൻഡ് ചെയ്യട്ടോ. സോറി. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ബെന്നി സാറ്
താനൂരിലെ ഡിവൈഎസ്പി ആയിട്ടുള്ള VV ബെന്നിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഒരു വീട്ടമ്മയെ അവരുടെ എന്താ പറയുക മരമുറി അവരുടെ സ്ഥലത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അവർ ചെന്നപ്പം ഈ ബെന്നിസാർ അടക്കമുള്ള ആളുകൾ ചൂഷണം ചെയ്തു എന്ന രീതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തെ കോഴിക്കോട് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. പുള്ളിയുടെ സ്ഥലം മാറ്റുകയാണ് ചെയ്തത്. അതിന്റെ ഒപ്പം തന്നെ കുറെ ആളുകളെ മാറ്റിയിട്ടുണ്ട്. പി അബ്ദുൾ ബഷീറിനെ തൃശൂർ റൂറൽ ജില്ലാ SP ആയിട്ടും പ്രേംജിത്തിനെ തൃശൂർ SSB, പിന്നെ സഞ്ജു K എബ്രഹാമിനെ ട്രാഫിക് കൊച്ചി വെസ്റ്റിലേക്കും, KM ബിജുവിനെ ഗുരുവായൂരിലേക്കും, P ഷിബുവിനെ VACB തൃശൂർ, PK സന്തോഷിനെ ക്രൈംബ്രാഞ്ച്, പാലക്കാട് മൂസ വെള്ളിക്കാടിനെ SSB പാലക്കാട് എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെയാണ് മാറ്റിയിട്ടുള്ളത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ആളുകളെ പല പല സ്ഥലങ്ങളിലോട്ട് അങ്ങ് മാറ്റി. സാലറിയും കിട്ടും, ഫലവും മാറി വരാം, ടൂർ പോയിട്ട് വരാം. അതെ, സ്ഥലം മാറ്റി അവർക്ക് സാലറിയും കിട്ടും. അപ്പൊ പരാതി കൊടുത്താൽ അവർക്ക് എന്താ കിട്ടി? എന്തായാലും MV മണികണ്ഠൻ സാറിനെ മാത്രമേ ഉള്ളൂ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു 6 മാസം കഴിയുമ്പോ വീണ്ടും ജോലിയിൽ തിരിച്ചു കയറും. സസ്പെൻഷൻ അല്ലേ, 6 മാസം വേണ്ട, 3 മാസം ബിസിനസ്സാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ അതൊക്കെ എന്തൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്പ്രെഡ് ചെയ്യിക്കുന്നതെന്ന് ഇവർക്ക് ആർക്കും അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ ഒന്നൊന്ന് ആലോചിച്ച് നോക്കുക, ഈ മെയിൻ ആയിട്ടുള്ള സ്ട്രീമിൽ ഇരിക്കുന്ന ആളുകൾ പോലും ഇത്തരത്തിൽ പെരുമാറുമ്പോൾ എങ്ങനെയാണ് ഒരു നീതി നടപ്പിലാവുക എന്നുള്ളൊരു കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം എന്തായാലും അച്ചടക്ക നടപടി ഇത്രയെങ്കിലും അച്ചടക്ക നടപടി ഉണ്ടായാലെന്ന് ഓർത്ത് നമുക്ക് സമാധാനിക്കാം. പരാതി കൊടുത്താൽ അവർക്ക് എന്ത് കിട്ടി? നീതി കിട്ടിയോ? കിട്ടുമായിരിക്കും. കിട്ടാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ, കിട്ടാൻ വേണ്ടിയാണോ സ്ഥലം മാറ്റുന്നത്? അതൊരു പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഷംസീർ എന്നൊരു പ്രസ്താവന പറഞ്ഞായിരുന്നു. RSSുമായിട്ട് ഇന്ത്യയിൽ എന്താ കുഴപ്പം, കൂട്ടുകൂടി എന്താ കുഴപ്പം എന്നൊക്കെ ഉള്ള ഒരു കാര്യം പുള്ളി ചോദിച്ചു. RSS വലിയ സംഘടനയാണെന്നൊക്കെ അദ്ദേഹം ഒരു വലിയ ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് ഒഴിവാക്കുക, ആ പ്രസ്താവന അദ്ദേഹത്തെ പോലെ ഒരാൾ ഒഴിവാക്കാമായിരുന്നതാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം പറഞ്ഞുള്ള. പാവം അവരൊന്നും അറിയുന്നില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ആരോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും ഈ ബന്ധങ്ങൾ പോലും അറിഞ്ഞിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറൊരു നല്ലൊരു വാർത്ത പുറത്തു വരുന്നത്, താളം വെക്കാതെ ഓണം ഉണ്ടാം ഇത്തവണ എന്നുള്ള വിഷയങ്ങളാണ് വരുന്നത്. അരിവാൾ രോഗികൾക്ക് പ്രത്യേക കിറ്റ്, മത്സ്യത്തൊഴിലാളി വിധവ പെൻഷന് 5 കോടിയിലടുത്ത് രൂപ, പരമ്പരാഗത തൊഴിലാളികൾക്ക് 45 കോടി അടക്കമുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഓണത്തിന് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. നല്ല കാര്യം തന്നെ, അത് വളരെ നല്ല കാര്യം. അപ്പം എല്ലാവർക്കും ഓണാശംസകൾ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള വാർത്തകളിലേക്ക് പതിയെ പോകാം. ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചാണ്. കൊൽക്കത്തയിലെ സുപ്രീം കോടതി വിധി വന്നായിരുന്നു, 5 മണിക്കുള്ളിൽ ഡ്യൂട്ടി കയറണം. അത് കയറാതെ ഡോക്ടർമാര് വീണ്ടും പ്രതിഷേധത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ്. അതായത് ഇന്നലെ പറഞ്ഞ കോടതിയുടെ ഒരു ഇതായിരുന്നു, 5 മണിക്ക് മുമ്പ് ഇപ്പോഴുള്ള ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർ മുഴുവൻ കയറിയില്ലെങ്കിൽ അവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കെതിരെ വിദ്യാർത്ഥികൾ, അതായത് ജൂനിയർ ഡോക്ടേഴ്സ് ഇപ്പോഴും അതിന് പ്രതികരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവർ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല. വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിടെ കൊല്ലപ്പെട്ട സംഭവത്തിൽ നീതിപൂർവമായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കുന്ന ജൂനിയർ ഡോക്ടർമാർ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം അവഗണിച്ച് അവർ ചർച്ചയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ മമതാ ബാനർജിയുടെ ക്ഷണവും നിരസിച്ചു. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സഹപ്രവർത്തക പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പശ്ചിമബംഗാൾ ആരോഗ്യ സെക്രട്ടറിയും ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറും ജില്ലാ പോലീസ് മേധാവിയുടെയും രാജി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജൂനിയർ ഡോക്ടർമാർ ജോലി ബഹിഷ്കരിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5-ന് മുമ്പ് തിരികെ ജോലിക്ക് കയറണമെന്ന് ഡോക്ടർമാരോട് കഴിഞ്ഞ 9-ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. 1 മാസമായി തുടരുന്ന സമരത്തിന്റെ പേരിൽ സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള പ്രതികാര നടപടികളൊന്നും സ്വീകരിക്കില്ലെന്ന ഉറപ്പും സുപ്രീം കോടതി നൽകിയിരുന്നു. എന്നാൽ നിർദ്ദേശം ചെവിക്കൊള്ളാതെ സമരം തുടങ്ങുകയായിരുന്നു ജൂനിയർ ഡോക്ടർ. എന്നാണെങ്കിൽ അവരത് തിരിച്ചിട്ടില്ല. അവർക്ക് ഇപ്പോഴും ആവശ്യം നീതി വേണം. ഓഫ്കോഴ്സ് നീതി വേണം. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചു. ഈ ഡോക്ടർമാരുടെ ഈ അവൈലബിലിറ്റി
കാരണം ഒരുപാട് രോഗികൾ മരിക്കുന്നുണ്ട്. ഇന്നലെ 23 മരണം കണ്ടാണ് ഈ ഡോക്ടർമാർ ഇല്ലാത്തത് കൊണ്ട് മരിച്ചത് കൊൽക്കത്തയിലെ ആശുപത്രികളിൽ. അതാണ് നമ്മൾ ഇപ്പോ ഹൈക്കോടതി അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. സർക്കാർ ഒരു ശക്തമായ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അത് എടുക്കേണ്ടതിന് പകരം ഡോക്ടർമാരുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ഒരു പ്ലാനാണ്. അതായത് ഇതും മണിപ്പൂരിലെ കലാപമൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളാണ്. അതായത് ആവശ്യങ്ങളെയാണ് അവര് താഴ്ത്തി കിട്ടുന്നത്. അവരുടെ സർക്കാരിന് ആവശ്യമായ കാര്യങ്ങളെ മാത്രം അവർ ഉയർത്തി നിർത്തി അവരെ ഫേവർ ചെയ്തുകൊണ്ട് കുറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നല്ലാതെ ഈ സാധാരണക്കാരായ ആളുകൾ സംസാരിക്കുന്ന അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഒരു തീരുമാനം ഇതുവരെ എടുക്കുന്നില്ല. അതെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഡോക്ടർമാരിപ്പോ കറക്റ്റായിട്ട് ജോലിക്ക് കയറുമായിരുന്നല്ലോ. അതെടുക്കാതെ അവരെ തളർത്തി കാട്ടുക എന്നുള്ളതാണ് ഇപ്പൊ 5 മണി ചെയ്യുന്നത്. അത് ഭയങ്കര വേദനാജനകമായ കാര്യം തന്നെയാണ്. എന്നാലും പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എംപോക്സ് നമ്മുടെ ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പ്രതിരോധം ശക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നിന്നുള്ള എംപോക്സ് സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള കാര്യത്തിൽ നമ്മൾ പ്രതിരോധം ശക്തമാക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഇടവിട്ടുള്ള മഴ കാരണം ഡെങ്കിപ്പനിക്ക് എതിരെയും എലിപ്പനിക്കെതിരെയും ജാഗ്രത എടുക്കണമെന്നും നമ്മുടെ ആരോഗ്യ വകുപ്പ് പറയുന്നുണ്ട്. എലിപ്പനി വഴിയുള്ള മരണം ഒഴിവാക്കാൻ വേണ്ടി പ്രതിരോധ ഗുളികകളായിട്ടുള്ള ഡോക്സിസൈക്ലിൻ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം കഴിക്കണമെന്നാണ് പറയുന്നത്. കൈകാലുകളിൽ മുറിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വഴി എലിപ്പനിയുടെ ഒക്കെ വൈറസുകൾ നമ്മുടെ മേത്ത് കയറാതിരിക്കാൻ നമ്മൾ കൈയും കാലും ഒക്കെ കഴുകണം. കാലുകളിൽ മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജലവും ഒക്കെ ആയിട്ട് സമ്പർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഴിവതും അത് ഉണ്ടാവാതിരിക്കാൻ നോക്കണം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻ എടുക്കണം. ഉണ്ടാവാൻ ഉള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ പ്രിക്കോഷൻസ് എടുത്ത് വേണം നമ്മൾ പോകാൻ. അതോടൊപ്പം തന്നെ മലിനജലത്തിൽ ഇറങ്ങിയാൽ നിർബന്ധമായും എലിപ്പനി നിരോധിത ഗുളിക കഴിക്കണമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ H1N1 രോഗങ്ങളെ പ്രതിരോധിക്കാൻ മാസ്ക് ധരിക്കണം എന്നുള്ള കാര്യങ്ങൾ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. കാരണം അത്ര വലിയൊരു ബുദ്ധിമുട്ടാണ്. ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോഴും മാസ്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും നിങ്ങളുടെ കൊറോണ മറിയില്ലടാന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അതൊന്നും വേണ്ട കേട്ടോ. കാരണം അങ്ങനെ ഒരു അസുഖം ഉള്ളത് ഉണ്ട്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. പ്രണയിച്ച പെൺകുട്ടി വിദേശത്തേക്ക് യാത്ര പോയി. വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി പോയി. അതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി കാമുകൻ ഒരുമിച്ചുള്ള ഫോട്ടോയും വീഡിയോയും കൂടെ കാമുകിയുടെ അച്ഛനയച്ചു. ഇത് പലതരത്തിൽ നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ സ്വകാര്യതയെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കുന്നതിന്റെ ഒരു രീതികളാണ്. അതായത് ആളുകളോട് റിവെഞ്ചിന് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പുറത്തു പറയുക എന്നൊക്കെ പറയുന്നത്. അപ്പം സ്നേഹരാഹിത്യത്തിന്റെ ഒരു വൈരാഗ്യം പോയതിന്റെ വൈരാഗ്യം നല്ലതിന് വേണ്ടി പോയത്. പ്രണയിച്ചതല്ലേ, കെട്ടുവാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാലോ എന്നെങ്കിലും വിചാരിച്ചതിന് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ചുമ്മാ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഫോട്ടോയും വീഡിയോ സ്വകാര്യ വീഡിയോസും ഫോട്ടോസും അത് ആ കൊച്ചിന്റെ അച്ഛനെ അയച്ചെടുത്തത്. എന്റെ പൊന്നു, പ്രണയിച്ച പെൺകുട്ടി വിദേശത്ത് പഠിക്കാൻ പോയതിന്റെ വൈരാഗ്യം തീർക്കാൻ കൂട്ടുപിടിച്ചതിന്റെ സാങ്കേതിക വിദ്യയും ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോയും പെൺകുട്ടിയുടെ അച്ഛൻ അയച്ചു നൽകി ഭീഷണി. വെർച്വൽ ഫോൺ ഉപയോഗിച്ച് ഭീഷണി തുടർന്ന പ്രതിയെ കടുത്തുരുത്തി പോലീസ് തന്ത്രപൂർവ്വം പിടിച്ചു. എന്നിട്ട് ഫോട്ടോയും വീഡിയോയും കേരളത്തിൽ നമ്മുടെ കോട്ടയത്ത് തന്നെയുള്ളതാണ്. പ്രണയിച്ച സമയത്ത് ഒപ്പമുണ്ടായിരുന്നപ്പോൾ പകർത്തിയ സ്വകാര്യ വീഡിയോയും ചിത്രങ്ങളും പെൺകുട്ടിയുടെ പിതാവിന് അയച്ചു നൽകിയാണ് യുവാവ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കലും പിടിക്കില്ലെന്ന ആത്മവിശ്വാസത്തിൽ വെർച്വൽ ഫോൺ ഉപയോഗിച്ച് പെൺകുട്ടിയുടെ പിതാവിന് ചിത്രങ്ങളും വീഡിയോസും അയച്ചു നൽകിയ പ്രതിയെ കടുത്തുരുത്തി സ്റ്റേഷൻ ഹൗസ് ഇൻസ്പെക്ടർ പിടിച്ചു. അതായത് ഒരിക്കലും പിടിക്കത്തില്ലെന്നുള്ള ധൈര്യം എന്തൊക്കെയാ മൈൻഡിൽ അപ്പൊ ഓടിയേക്കുന്നതിന് വെർച്വൽ ഫോൺസ് ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തു. അപ്പൊ ഇവന് എത്രത്തോളം ഒരു പ്രതികാര മൈൻഡോടെ ആയിരിക്കും അപ്പൊ അതൊക്കെ ചെയ്തെന്നുള്ളതെന്ന് അവനപ്പോ ശരിക്കും ഇഷ്ടമുണ്ടോ? അല്ലേ? അതൊരു ഇഷ്ടമല്ല, തീർച്ചയായിട്ടും അല്ല. മാസങ്ങൾക്ക് മുമ്പായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. ദിവസങ്ങൾക്ക് മുമ്പ് കടുത്തുരുത്തി സ്വദേശിയായ 18-കാരിയുടെ പിതാവിന്റെ ഫോണിലേക്ക് പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങളും ഫോട്ടോകളും എടുത്തയക്കുകയായിരുന്നു. ഒറ്റത്തവണ മാത്രം കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള പല ദിവസങ്ങളിലും രാത്രി കാലത്താണ് ചിത്രങ്ങൾ എത്തിയിരുന്നത്. അതായത് ഇവൻ കണ്ടിന്യൂസ്ലി ഇങ്ങനെ അയച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഇടയിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഫ്രണ്ട് സർക്കിളുകളിലൊക്കെ ഇത്തരത്തിലുള്ള കേസുകൾ നമ്മൾ കാണുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് വന്നൊരു വാർത്ത, ഇത്തരത്തിൽ ബ്രേക്കപ്പോ അല്ലെങ്കിൽ ആ സ്ത്രീയെ പറ്റി എനിക്ക് വലിയ ധാരണ പോലും ഇയാൾക്കില്ല. സുഹൃത്തായിരുന്നു, സൗഹൃദം നിരസിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഫേക്ക് ഫോട്ടോകൾ ഇൻസ്റ്റഗ്രാമിൽ മറ്റേ ചില ആളുകളുണ്ട് അങ്ങനെ മോർഫ് ചെയ്യുക. പിന്നെ മറ്റേ അവരെ മോശം അടിച്ച് കോൾമി എന്നൊക്കെ പറഞ്ഞ്
അതായത് മറ്റുള്ള ആളുകൾക്ക് എന്താ പറയുക ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ വെർബലിയോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലോ സ്ലട്ട് ഷെയിം ചെയ്യാനോ അബ്യൂസ് ചെയ്യാനോ ഒക്കെ ഇട്ട് കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഫോമാണ് ഇതൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് അനിഷ്ടം തോന്നുന്ന ഒരാള്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അഭിമാനം അവരുടെ ശരീരത്തിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ അവഹേളിക്കാൻ നടത്തുന്ന വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആക്ഷൻസ് ആണ് ഇതേപോലെ പല ആളുകളുണ്ട്. ഇയാൾ അറിയുന്ന ഒരാളാണെങ്കിൽ അറിയില്ലാത്ത ആളുകളെ പോലും ഇങ്ങനെ എന്താ പറയുക ട്രാപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരെ പറ്റിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുകയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരിക്കലും തിരിച്ചറിയപ്പെടില്ല എന്നൊക്കെ ഒരു ധൈര്യത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. പലപ്പോഴും ഒരു എന്താ പറയുക ഒരു ഫേക്ക് ഐഡിയുടെ പുറകിലിരുന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത്. അപ്പം അതെല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കേസുകളിൽ ഉണ്ടാകുന്ന നടപടികൾ, അതിപ്പോ ആരാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും അത്തരത്തിലുണ്ടാകുന്ന നടപടികൾ പ്രശംസനാർഹം തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ അവന് ഒരു 23 വയസ്സ് കാണും, പ്രായം പറഞ്ഞിട്ടില്ല. ടെക്നീഷ്യൻ ആണ്. നേരത്തെ ഒരു ന്യൂസ് വായിച്ചില്ലേ, കാണം വിറ്റ് ഓണം ഉണ്ടാന്ന്. അതിന് വേറെ ന്യൂസ് ഉണ്ട്, കർഷകർക്ക് കണ്ണീരോണം. വിള ഇൻഷുറൻസ് കുടിശ്ശിക 4.72 കോടി. ആ പണം കിട്ടിയിട്ട് ഓണം ഉണ്ടാവുമെന്ന് കർഷകർ കരുതരുത്. ജില്ലയിലെ കർഷകർക്കുള്ള വിള ഇൻഷുറൻസ് പദ്ധതിയിലെ കുടിശ്ശിക 4.72 കോടി രൂപ. വേനലിന്റെയും വേനൽ മഴയുടെയും പിന്നീട് കാലവർഷത്തിന്റെയും ചതിയിൽപ്പെട്ട കർഷകർക്കാണ് ഓണത്തിന് മുമ്പ് വിള ഇൻഷുറൻസ് കുടിശ്ശിക ലഭിക്കില്ലെന്ന് ഉറപ്പാക്കിയിരിക്കുന്നത്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ചില പത്രങ്ങൾ അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു. നമ്മളിപ്പോ ഈ സൈബർ കുറ്റകൃത്യങ്ങളെ പറ്റി പറഞ്ഞില്ലേ, അപ്പൊ ഇനി 5 വർഷത്തിനധികം ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾ നേരിടുന്നതിന് വേണ്ടി 5000 സൈബർ കമാൻഡോസിനെ നമ്മൾ നിയോഗിക്കും. അതെ, അതിനു വേണ്ടിയിട്ടുള്ള ആദ്യ ബാച്ച് സൈബർ കമാൻഡോകളെ ഇന്നലെ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന് 5 വർഷത്തിനുള്ളിൽ 5000 സൈബർ കമാൻഡോകളെ ഇത്തരത്തിൽ പരിശീലിപ്പിക്കും. അപ്പം ഇനി സൈബർ ക്രൈമുകൾ കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പൊ ഈ സൈബർ ക്രൈം, അപ്പൊ ഒന്നാമത്തെയായി സൈബർ ഇഷ്യൂ ആയി ബന്ധപ്പെട്ട ഒരു കാര്യം, 2 കാര്യം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, സംവിധായകൻ ആയിട്ടുള്ള നമ്മുടെ സംഗീത സംവിധായകനായിട്ടുള്ള ജെറി അമൽ, അത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഇത് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണുന്ന ആളുകളുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല ആളുകളും ഈ എന്താ പറയാ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതൊരു പുതിയ ട്രെൻഡാണ്. സൈബർ ഇടത്തെ പുതിയ തട്ടിപ്പിന്റെ ഒരു രീതിയാണ്. ഇപ്പൊ നമ്മളെ വിളിച്ചിട്ട് പറയും നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളൊരു ക്രൈമിൽ പ്രതിയാക്കപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊരു സൈബർ അറസ്റ്റിലോട്ടാണ് നയിക്കുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ഈ ജെറി സാറിന്റെ കാര്യത്തിലാണ്, അമൽദേവിന്റെ കാര്യത്തിലാണ്, ജെറി അമൽദേവിന്റെ കാര്യത്തിലാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ക്രെഡിറ്റ് കാർഡ് ജെറ്റ് എയർവേസ് ഉടമ നരേഷ് ഗോയലിന്റെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകളിൽ ഇയാൾക്കിന്റെ ക്രെഡിറ്റ് കാർഡും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത മനുഷ്യർ പേടിച്ചു പോകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിച്ചു. അപ്പം കേന്ദ്ര ഏജൻസിയാണ് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ടാഗൊക്കെ കാണും ചിലപ്പോൾ അവരുടെ കയ്യിൽ. അപ്പൊ ഈ ടാഗും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് ഇവരിത് കാണിക്കും. അപ്പം ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾ ഇത്ര ലക്ഷം രൂപ അതിപ്പോ പ്രശ്നം തീർക്കാം, നിങ്ങൾ ഇത്ര വേഗം അടിക്കും. അപ്പൊ നമ്മൾ ഒരു സൈബർ അറസ്റ്റിലാണ്. അപ്പൊ നമുക്കറിയില്ല, അവർ പറയും നിങ്ങൾ ടോയ്ലറ്റിൽ പോവുകയാണെങ്കിൽ ക്യാമറ കൊണ്ട് പോകണം, അങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്കറിയില്ല നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് പ്രതിയാകുമെന്നൊക്കെ. UAP ആണ്, രാജ്യദ്രോഹ കുറ്റമാണ് വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനത്തെ പല കേസുകളും വരുമ്പോഴാണ് ആളുകൾ പാനിക് ആവുന്നത്. അപ്പൊ അത്തരത്തിലുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് 2,70,000 രൂപ ഇവര് പറഞ്ഞ അക്കൗണ്ടിൽ നിക്ഷേപിക്കണം തട്ടിപ്പുകാർ പറഞ്ഞു. ഈ പണം നിക്ഷേപിക്കാൻ വേണ്ടി ജെറി സാറ് ബാങ്കിലെത്തി. അപ്പൊ പുള്ളി അവിടെ കടന്ന് ടെൻഷൻ അടിച്ച് കണ്ടിട്ട് അവിടുത്തെ ബാങ്ക് മാനേജറാണ് ഈ കാര്യം മനസ്സിലാക്കിയത്. മനസ്സിലായ? അപ്പം സൈബർ തട്ടിപ്പുകളുടെ ഒരു രീതികൾ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് സൈബർ തട്ടിപ്പുകളെ. സാധാരണക്കാർക്കും എല്ലാവർക്കും വിദ്യാഭ്യാസം ഉള്ളവർക്കും വരെ ഇതുപോലുള്ള സൈബർ തട്ടിപ്പ് വരുമ്പോ പത്രങ്ങളിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നു. ഒരുപാട് ഈ പറയുന്ന പോലെ പ്രായമായിട്ടുള്ള ആളുകളെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. അതെ അതെ, എന്റെ അച്ഛനൊക്കെ അന്നേ പറഞ്ഞിരുന്നു, വെച്ചേ അംബാനിയുടെ കല്യാണം ഫേസ്ബുക്ക് കൊണ്ട് ഓടി വന്നേക്കോ. എന്താച്ചാ എടി അംബാനിയുടെ കല്യാണം ആയതുകൊണ്ട് എല്ലാവർക്കും 5000 രൂപ കൊടുക്കുന്നു ഫേസ്ബുക്കിൽ, നീ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞു അച്ഛൻ എന്താ പറയുന്നത്, അയാൾക്ക് എന്തിനാ നമുക്ക് എന്തിനാ 5000 രൂപ.
നീ ചെയ്തേന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛൻ ഇതാണ് കാര്യം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരെന്ത് പറയലും 10 പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞെക്കരെന്നൊക്കെ പറഞ്ഞു പോന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാന്ന് അറിയത്തില്ല. വീട്ടില് ഒറ്റ എണ്ണത്തിൽ തൊട്ട്. അതെ അതെ അതെ. അപ്പം സൈബർ ഇപ്പോഴും അല്ല എന്റെ പ്രായത്തിലുള്ളവർ ഇപ്പോഴും നടപ്പുണ്ട്. ഐഫോൺ കിട്ടും എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയൊക്കെ ഉണ്ടാ കിട്ടൂടാ. ഗീവ് അങ്ങനെയല്ല, അത് ഗീവ്. ഇത് മറ്റേ ഓരോ സൈറ്റിൽ കൂടെ കയറുമ്പോ ഇങ്ങനെ കറങ്ങുമല്ലേ, പ്ലേ പിന്നെ 10,000 രൂപ കിട്ടുന്നുണ്ട്. നീ ഇന്നലെ എനിക്ക് അയച്ചത് എനിക്കറിയാം. അവന്റെ പേര് അനൂപ്. സാധനം എടുത്തോണ്ട് വരും. കൂടെ ജ്യൂസ് 21ാമത്തെ ആൾക്കും അയച്ചിട്ടുണ്ട്. അവന് കിട്ടുമെന്ന് പറഞ്ഞു. അവൻ എനിക്ക് തന്നെ അയച്ചു തിരിച്ചു. അതെ, മറ്റേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറയുന്നതാണ്. ഒരു തവണ ഒരു ഫേമസ് അല്ല ബ്രാൻഡ് ഞാൻ മറന്നുപോയി, ഒരു എന്താ പറയാ കാർ കമ്പനിക്കാര്, എനിക്ക് തോന്നുന്നു റോൾസ് റോയ്സോ അങ്ങനെ അത് വലിയ ബ്രാൻഡാണ്. അവര് ഏപ്രിൽ ഫൂളിന്റെ അന്ന് ഒരു കമന്റ് ഇട്ടു. ഏപ്രിൽ ഫൂളിന്റെ അന്നാണ് ഇട്ടത്. അപ്പൊ ഇന്ന ദിവസം നിങ്ങള് ഇവിടെ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർ ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞു. അപ്പം എല്ലാരും എന്താ പ്രതീക്ഷിക്കുക, ഒറിജിനൽ ഐഡി അല്ല എല്ലാരും എന്താ വെച്ചാൽ ഏപ്രിൽ ഫുൾ അല്ലേ പറ്റിക്കാന്ന് വെച്ചാൽ ആരും പോയില്ല. ഒരു പുള്ളി എങ്കിലും ബിരിയാണി കൊടുത്താലോന്ന് ഓർത്ത് അവിടെ ചെന്ന് അയാൾക്ക് കാറും കിട്ടി. ഭയങ്കര ഒരു ടാക്ടിക്സ് എന്തോ ആയിരുന്നു. ചേച്ചി അത് പറയണ്ടായിരുന്നു, ഇങ്ങനെ ഞങ്ങൾ എല്ലാത്തിനകത്തൊക്കെ കയറി തപ്പത്തില്ലേ. നാളെ മുതൽ എവിടെ കാറ് കിട്ടും, എന്ത് തമാശ പറഞ്ഞാൽ അവിടെയൊക്കെ ഫ്രണ്ടില് പോയി. അതൊരു കുറച്ചാളും ന്യൂസ് കണ്ടില്ലായിരുന്നു, മറ്റേ ഹെൽമെറ്റ് 3 പയ്യന്മാര് 2000 ഹെൽമെറ്റ് ഇടുന്നുണ്ട്, പായൊക്കെ വിരിച്ച്. ആദ്യം എത്തുന്ന 3 പേർക്ക് ഹെൽമെറ്റ് കിട്ടുന്നു പറഞ്ഞു. മുമ്പത്തെ ദിവസം രാത്രി 10 പേർക്കുണ്ടാവും. 3 പേര് പോയി പാവരിച്ച് കിടന്നു. അവർക്ക് തന്നെ കിട്ടുകയും ചെയ്തു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് നമ്മള് കാര്യങ്ങൾ പറഞ്ഞു വന്നു. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. പക്ഷെ സ്പിന്നിംഗ് ബില്ലൊക്കെ കൊടുക്കുന്ന കുഴപ്പമില്ല, ഒരു 10 രൂപ പേർക്ക് അയച്ചു കൊടുത്താൽ മതി, എന്നാലേ കിട്ടുള്ളൂ. അതെ അതെ. അപ്പം ഇതിനകത്തുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OTP ചോദിച്ചു വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പൊ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ പോലീസുകാർ വീട്ടിൽ വന്നാൽ പോലും വേണമെങ്കിൽ ID കാർഡ് ചോദിക്കുക. പോലീസുകാരുടെ അവരുടെ ID കാർഡ് ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യമാണ്. അപ്പൊ അതുണ്ട്. പിന്നെ കുറെ പേർക്ക് ബോണസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഉണ്ടോ ഈ തവണ ഓണത്തിന്? മുതലാളി കേക്കണ്ട, എന്നൊക്കെ ശമ്പളം തരുന്നതന്നെ വലിയ കാര്യം. 2000 ഓണച്ചന്തകൾക്കാണ് തുടക്കമായിട്ടുള്ളത്. കാർഷിക സ്വയം പര്യാപ്തമായിട്ടുള്ള അതിനു വേണ്ടിയുള്ള ബൃഹത് പദ്ധതികൾക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് മന്ത്രി P പ്രസാദ് പറഞ്ഞിട്ടുള്ളത്. ഓണത്തിന് ഒരു മുറം പച്ചക്കറി വിളവെടുപ്പ് സംസ്ഥാന തല ഉദ്ഘാടനം ഇന്ന് നടക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. കയർ ഫാക്ടറി തൊഴിലാളികൾക്ക് 29.9% ബോണസ് ഉണ്ടെന്നും പാചകവാതക സിലിണ്ടർ വിതരണ തൊഴിലാളികൾക്കിടെ ബോണസിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടെന്നുള്ള വാർത്തകൾ. മീഡിയ പിള്ളേർക്കും ബോണസ് ആയിട്ടുണ്ട്. പിന്നെ അതെ അതെ, ഓണത്തിന്റെ സമയം അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓണത്തിന്റെ തിരക്കുകളായിരിക്കും. അതെ അതെ. അപ്പൊ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അപ്പം ഓണം റിലീസ് ആയിട്ടുള്ള ഒരു പടമാണ്, പുതിയ സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം, ഗുഡ്വിൽ പ്രൊഡക്ഷന്റെ. അപ്പം എല്ലാവരും കിഷ്കിന്ധാകാന്ഡവും പോയി കാണുക. ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇന്നലെ മുതൽ. സീറ്റൊക്കെ തീരാറായി, ഉടനെ അതെ അതെ. അപ്പം ആസിഫ് അലി അപർണ ബാലമുരളിയും മെയിൻ റോളിൽ വരുന്നത് സിനിമയാണ്. വിജയരാഘവൻ സാറിന്റെ ഒരു വ്യത്യസ്തമായ ക്യാരക്ടറുകളാണെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അപ്പം എല്ലാവരും തിയേറ്ററൊക്കെ മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ട്രെയിലറൊക്കെ സെറ്റ് ആയിരുന്നു, ട്രെൻഡിങ്ങിലായിരുന്നു. ആണല്ലേ, കൊള്ളാം. അതിന്റെ ഒപ്പം തന്നെ വേറൊരു വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടി മുതൽ കൃത്രിമം കാണിച്ചു എന്ന കേസിൽ മുൻ മന്ത്രിയായിട്ടുള്ള ആന്റണി രാജു പ്രതിയായിട്ടുള്ള കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചൊരു കേസുണ്ട്. ആ കേസിൽ സത്യം പുറത്തു വരാൻ ഏതറ്റം വരെയും പോകുമെന്ന് സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാരും കോടതിയും തമ്മിൽ ഇപ്പൊ ഭയങ്കര ഒരു എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അവരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്, ചെയ്യട്ടെ, നാട് നന്നാവുണ്ട്. അതെ അതെ അതെ. വേറൊരു പ്രധാനപ്പെട്ട വാർത്ത, ഭൂമിയെ ലക്ഷ്യമാക്കി അപ്പോഫീസ് എന്ന് പറയുന്ന ഒരു ഉൽക്ക വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതെ അതെ. ഈ അപ്പോഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നാശത്തിന്റെ ദൈവം എന്ന് പറയുന്ന ഒരു വാക്കാണ്. അപ്പം ഈ സാധനം എങ്ങാനും ഇവിടെ വന്ന് പതിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. 2029 പിന്നീട് 2036 ഇന്ത്യയുടെ കടന്നു പോകുമെന്നാണ് കരുതുന്നത്. ഇതെങ്ങാനും ഭൂമിയിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ
നല്ല രസമായിരിക്കും. കടലിൽ നിന്ന് വീണാ മതിയായിരുന്നു. കടലിലോ എവിടെ വീണാലും പ്രശ്നമാണോ? കടലിൽ വീണാലല്ലേ ഏറ്റവും വലിയ പ്രശ്നം. ഉൽക്കല്ലേ? കടലിൽ വീണാ സുനാമി വരും. അതെ, സുനാമി മാത്രല്ല, ഇവിടെ തൊടരുത്, എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ. ഞങ്ങൾ ഉപദ്രവിക്കരുത് പ്ലീസ്. ഞങ്ങൾ കൊറേ നാശങ്ങളുടെ ദൈവം, ഞങ്ങളുടെ കൂടെ കൊറേ നാശങ്ങളുടെ ദൈവം ഇപ്പൊ തന്നെ. അല്ലെങ്കിൽ ഞങ്ങള് നാശത്തിലായി, ഇവിടെ നശിച്ചു പോകാൻ വേറെ ഒന്നുമില്ല. സ്ഥലത്താണ് ഇവിടെ നശിച്ചു ഇനി ഇവിടെ നശിച്ചു പോകാനൊന്നുമില്ല. അങ്ങനത്തെ ഒരാളത്തോട്ട് ഇനി നാശത്തിന്റെ ദൈവമേ നിങ്ങൾ കൂടി വന്ന് പെട്ടേക്കരുത്. ദൈവമാണെന്ന് നോക്കൂല, അടിച്ചിറക്കുക. അതെ, അത് ഉൽക്കയാണ്. ഉൽക്ക ദൈവം ഞങ്ങളെ ഉപദ്രവിക്കരുത്. ചിലപ്പോ നാളെ ഉൽക്കൊക്കെ വന്ന് പതിച്ചാൽ അത് ദൈവം എന്നൊക്കെ പറയേണ്ട സാഹചര്യമൊക്കെ വരും. ഓക്കെ, പിറ്റേ ദിവസം അമ്പലമൊക്കെ ഉൽക്കയ്ക്ക് ചുറ്റും. പക്ഷെ ഈ ഉൽക്കൊക്കെ വന്ന് പതിച്ചു വലിയ ഉൽക്കയാണ്. അപ്പം ഇതെങ്ങാനും വന്ന് പതിച്ച് നല്ല രസമായിരിക്കും. അതെ 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 അതെ, കുറെ സയന്റിഫിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ടുപിടിക്കാനുള്ള 300 മീറ്റർ കൂടുതൽ വലുപ്പമുള്ള ഏതൊരു ഉൽക്കയും നമ്മുടെ പരിസരത്തോടെ കടന്നു പോവുകയോ വധിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് പണിയാണ്. അടുത്തേക്കൂടെ പോയാൽ തന്നെ പണിയാണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, സമയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കണം, അപ്പൊ പെട്ടെന്ന് ഓടിച്ചു പറയാം. വിനേഷ് ഫോഗട്ടിനെതിരെ ഹരിയാനയിൽ ഇലക്ഷൻ നിൽക്കുന്നത് യോഗേഷ് ബൈരാഗി എന്ന് പറയുന്ന ആളാണ്. ആണല്ലേ? അപ്പൊ അദ്ദേഹം വരുന്നുണ്ട്. പക്ഷെ വിജയം ഉറപ്പാണെന്ന് വിനേഷ് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ ഇത്തവണ വിനേഷിന് വളരെ വിജയം ഉറപ്പാണെന്നാണ് പറഞ്ഞിട്ടുണ്ട്. കർഷകരെതിര്, അതേപോലെ തന്നെ തൊഴിലില്ലായ്മ കൊണ്ട് വലയുന്ന മനുഷ്യരെതിര്, ജനദ്രോഹ പരിപാടികൾ കൊണ്ട് BJP ഭയങ്കരമായിട്ട് അതാ BJPക്കെതിരെ. അതേപോലെ തന്നെ വിനേഷിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിര്, അതെ, BJPയിൽ ഉണ്ടാവുന്ന കൊഴിഞ്ഞുപോക്ക്, അങ്ങനെ വളരെ വലിയ എന്താ പറയാ ഒരു ടഫായിട്ടുള്ള ഇലക്ഷൻ ഹരിയാനയില്. ഈ ഇലക്ഷൻ കാരണം ഹരിയാനയിൽ BJP ജയിക്കുവാണെങ്കിൽ അത് വേറെ സംഭവമായി മാറും. അപ്പം എല്ലാരും എതിരായി നിൽക്കുന്ന സാഹചര്യത്തിലെങ്കിലും ഒരു മാറിയാൽ മതിയായിരുന്നു നമുക്ക് ആഗ്രഹിക്കാം. അപ്പൊ അതൊരു കാര്യമാണ്. പിന്നെ വേറൊരു വാർത്ത പുറത്തു വരുന്നത് നമ്മൾ എപ്പോഴും TVയിൽ കാണുന്ന കാര്യമാണ്, ഈ പൈസയുള്ള ആളുകളുടെ അല്ലെങ്കിൽ അധികാരമുള്ള ആളുകളുടെ നിയമലംഘനങ്ങൾ. പണ്ട് സൽമാൻ ഖാൻ ചെയ്തതുപോലെ തന്നെ മദ്യലഹരിയിൽ വണ്ടി ഓടിച്ച് വേറെ വണ്ടികളുടെയൊക്കെ മേലൊക്കെ ഇടിച്ചിരിക്കുകയാണ് ഒരു BJP നേതാവിന്റെ മകൻ. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ള വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്തു. മദ്യലഹരിയിൽ ആഡംബര കാർ ഓടിച്ച് പുലർച്ചെ 1 മണിക്ക് നിരവധി വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ച മഹാരാഷ്ട്രയിലെ BJP നേതാവിന്റെ മകൻ അതായത് മഹാരാഷ്ട്ര BJP അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻ കുലയുടെ മകന്റെ പേരിലുള്ള ഓടിക്കാറിലാണ് നിരവധി ആളുകളെ ഇങ്ങനെ ഇടിച്ചു തെറിപ്പിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. നാളെ പറയും, ചിലപ്പോൾ നാളെ ഇങ്ങനെ വരും, പുള്ളിയല്ല വണ്ടി ഓടിച്ചത്, പുള്ളിയുടെ ഡ്രൈവറാണെന്നൊക്കെ ചിലപ്പോൾ വരും. അതെ അതെ. പിന്നെ ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമാണ് ഹോസ്പിറ്റലുകളിലും മറ്റും ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ സേഫ്റ്റിയെ പറ്റിയുള്ള ഒരു കാര്യം. പലപ്പോഴും എന്തെങ്കിലും കേസുകൾ ഉണ്ടാകുമ്പോൾ ഡോക്ടർമാരെ കൈയേറ്റം ചെയ്യുന്ന പല പല കേസുകളും നമ്മൾ റിപ്പോർട്ട് ചെയ്തതും കണ്ടതും ഒക്കെയാണ്. അതിന്റെ കൂടെ ഡോക്ടറെ ചെരുപ്പൂരി അടിച്ച കേസിൽ ആശുപത്രി അടച്ചിട്ട് പ്രതിഷേധിക്കുകയാണ്. ഡോക്ടർമാർ നമ്മുടെ സ്ലേവുകളോ ആരുമല്ല, അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന മിസ്റ്റേക്സുകൾ ഉണ്ടാവും. അത് വേണ്ട രീതിയിൽ പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ ഡോക്ടർമാരും സീനാക്കും നമ്മളെ. അപ്പൊ അത് മനസ്സിലാക്കുക. സ്പോർട്സിലേക്ക് പോകാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകാം. നമ്മുടെ രാജ്യത്തില് 1 മണിക്കൂർ ഗതാഗത വകുപ്പ് പരാജയമാണെന്ന് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞൊരു വിഷയമുണ്ട്. കാരണം 1 മണിക്കൂറിൽ നമ്മുടെ രാജ്യത്തെ റോഡ് അപകടങ്ങളിൽ മരിക്കുന്ന ആളുകൾ ഓരോ മണിക്കൂറിലും മരിക്കുന്നത് 53 റോഡ് അപകടങ്ങളിൽ 19 മരണമാണ് ഉണ്ടാവുന്നത്. 1 മണിക്കൂറിൽ 19 പേര് മരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഗതാഗത വകുപ്പിന്റെ വളരെ വലിയ പ്രശ്നം അതിനകത്തുണ്ടെന്നാണ് നമ്മുടെ നിതിൻ ഗഡ്കരി സാറ് അതിനിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഓക്കെ, അനൂപ് തുടങ്ങും. ഇന്നലെ ലീഗിനകത്ത് ഞാൻ മുമ്പിൽ നടന്നങ്ങ് വിചാരിക്കുക കാർത്തേന് തുടങ്ങിക്കോളൂ. ഞാൻ കലം വെച്ചെന്ന് വിചാരിക്കുക. സൂപ്പർ ലീഗ് കേരള സ്പോർട്സ് കാര്യമാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ലീഗില് കൊമ്പൻസും കാലിക്കറ്റും സമാസമം. കാലിക്കറ്റ് FC 1, തിരുവനന്തപുരം കൊമ്പൻസ് 1. അത് 2 വമ്പന്മാരായിരുന്നു. കാലിക്കറ്റ് ജയിക്കുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. കാലിക്കറ്റാണെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ നീ കൊച്ചിയുടെ ആളാ. ഞാൻ കൊച്ചിയുടെ ആളാ. പക്ഷെ എനിക്കറിയാം കൊച്ചി ജയിക്കും, തിരിച്ചു വരും, തിരുമ്പി വരും കേട്ടോ. പൃഥ്വിരാജ് തന്നെ പറഞ്ഞായിരുന്നു 2 അടിച്ചപ്പോഴേക്കും എന്നെ വിട്ടേക്കടാന്ന്. അതങ്ങനെയല്ല, അത് ഞങ്ങളുടെ
ഇങ്ങനെ കിടക്കുന്നിടത്ത് ഒറ്റ പൃഥ്വിരാജിനെ കണ്ടിട്ടില്ല, അതുപോലെ തന്നെ ആയിരിക്കും തിരിച്ചു വരും. അതാണ് പൃഥ്വിരാജിന്റെ ടേസ്റ്റ്. അറിയില്ലാത്തവർ വരെ നിന്നെ കളിയാക്കി മിണ്ടാതിരുന്നേ. അത് ശരി, പൃഥ്വിരാജ് ഫാൻസ് ഇവരെ ഇടിക്കട്ടോ, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, നമ്മുടെ ടീമിനെ കളിയാക്കുന്നു. ഓക്കെ, അടുത്ത ഇത് പറ. അടുത്ത ജയം തുടർന്ന് ഇറ്റലി, ഫ്രാൻസ് വിജയ വഴിയിൽ. യുഎഫ നാഷണൽ ലീഗ് ഫുട്ബോൾ ഇറ്റലിക്ക് 2ാം ജയം, ഇസ്രായേലിനെ തോൽപ്പിച്ചു. പിന്നെ അതില് പ്രധാന വാർത്ത എന്ന് പറഞ്ഞാൽ നവംബറിൽ തന്നെ പലസ്തീൻ ഇസ്രായേൽ മത്സരം വരുന്നുണ്ട്, 2ാം റൗണ്ട് മത്സരം. എന്റെ ദൈവമേ, അതാണ് ലോകം എല്ലാരും ഒറ്റ നോക്കുന്നത്. യുദ്ധത്തിന്റെ മറ്റൊരു മുഖം കാണാൻ സാധിക്കുമോ? ആദ്യ കളിയിൽ തോറ്റ ഫ്രാൻസ് കരുത്തരായ ബെൽജിയത്തിനെ തോൽപ്പിച്ച് വിജയവഴിയിലെത്തി. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് സ്കോർ ചെയ്ത മത്സരത്തിൽ നോർവയ്ക്കും ജയം. ഓസ്ട്രേലിയ 2-1 കീഴടക്കിയത്. കഴിഞ്ഞ മത്സരത്തിൽ ഇറ്റലിയോട് തോറ്റ ഫ്രാൻസ് ശക്തമായ തിരിച്ചുവരവാണ് ബെൽജിയത്തിനെതിരെ കണ്ടത്. പിന്നെ തന്നെ എംബപ്പെ കളത്തിലെത്തിയത്. 25 ഷോട്ടുകളാണ് ഫ്രാൻസ് ടീം മത്സരത്തിൽ കൊടുത്തത് ബെൽജിയത്തിനെതിരെ. ഇന്നലെ അടുത്ത എംബപ്പെ. അതെ, കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്നലെ വാശിയേറിയ മത്സരമാണ്. ഓരോ കാണികളും ഭയങ്കര സൂക്ഷ്മമായിട്ട് ആവേശത്തോടെ കണ്ടിരുന്നത്. കൊല്ലംകാർക്ക് ഇത് ആവേശത്തിന്റെ നിമിഷം. എന്താണെങ്കിലും കേരള ക്രിക്കറ്റ് ലീഗിൽ അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസ് ഏരിയസ് കൊല്ലം സെല്ലേഴ്സിനെ 2 റണ്ണിന് തോൽപ്പിച്ചു. 2 റണ്ണിന്. എന്താല്ലേ അറിയാലേ, 2 റൺ എന്നൊക്കെ പറഞ്ഞോണ്ട് 2 റൺ എന്നൊക്കെ പറഞ്ഞ അറിയാൻ മാത്രമുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. ഓക്കെ, എന്താണെങ്കിലും സച്ചിൻ ബേബിയുടെ ബാറ്റിംഗ് ഒക്കെ സെറ്റ് ആയിരുന്നു പറഞ്ഞൊരു ഫോട്ടോ ഒക്കെ കൊല്ലം പിന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കൊരു ഇത് സന്തോഷം. കാരണം 1.25 കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഫാമിലി നൽകി. നല്ല കാര്യം. ഓക്കെ, നമ്മൾ ആരോഗ്യരംഗം അല്ലെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെതിരെയുള്ള അതിക്രമങ്ങളുടെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഗ്രാമീണ ആരോഗ്യരംഗം തകരുന്നു എന്ന രീതിയിലൊരു വാർത്ത കൂടി ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരില്ലാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത്. 80% സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള 80% ഡോക്ടർമാരുടെ കുറവാണ് ഗ്രാമീണ ആരോഗ്യ രംഗത്തെ താറുമാറാക്കിയിരിക്കുന്നതാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. പിന്നെ മറ്റൊരു എന്തുവാ അനൂപ് സാർ വന്നുകൊണ്ട് സ്പോർട്സിൽ ഒരുപാട് നല്ല വിവരങ്ങൾ ലഭിച്ചു എന്നുള്ള അത് പറഞ്ഞേക്കും. അൻവർ അലിക്ക് 4 മാസം വിലക്ക്, 12.90 ലക്ഷം രൂപ കോടി രൂപ ബഗാന് നൽകണം. കാരണം ഡൽഹി എഫ്സിക്കെതിരെ ബഗാന് വേണ്ടി പോയപ്പോ കരാർ ലംഘനമാണ് ഏറ്റവും കൂടുതൽ നടന്നത് അവിടെ. അപ്പൊ പുള്ളിയാണെങ്കിൽ ഈ കരാർ ഒപ്പിട്ടപ്പോണ്ടല്ലോ മോഹൻ ബഗാനുമായിട്ടായിരുന്നു. പക്ഷെ ആ കരാർ ലംഘിക്കുന്നതിന് മുമ്പ് പുള്ളി ഡൽഹിയുമായിട്ട് കളിക്കുമായിരുന്നു. അതുകൊണ്ട് പുള്ളി ഇപ്പോ പുള്ളിയുടെ ട്രാൻസ്ഫർ 8 കോടിയാണ് സാലറി, പക്ഷെ 12 കോടി കൊടുക്കണം പുള്ളിക്ക്. പിന്നെ എനിക്ക് കുറെ ഫാൻസുകാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞ പോലെ അനൂപ് ഒരുപാട് അനുജ ചേച്ചിയായി. അനൂപേട്ടൻ നന്നു ഇനി എന്ത് വേണം എന്നൊക്കെ ആൾക്കാർ കമന്റ് ചെയ്യുന്നത്. അതെ 300 ചായ 10 രൂപ. അനൂപ് സാറിന്റെ നോളജ് നല്ല രസമുണ്ട്. സ്പോർട്സിനെ പറ്റി ഇനിയും പറയണം. റഷീദൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് നാള് മിസ് ചെയ്തു എന്നൊക്കെ ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇത് 2-3 ദിവസമായിട്ട് സ്പോർട്സിൽ വലിയ വിവരങ്ങളൊന്നും നൽകിയിരുന്നില്ല. അനൂപേട്ടനെ ഒത്തിരി മിസ് ചെയ്തു. നീ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നുണ്ട്. അനൂപിന്റെ ചേച്ചിയും അനിയത്തിയും പെങ്ങന്മാരൊന്നും അല്ല ഇത്. അനൂപായിട്ടൊരു ബന്ധമില്ല ഇവർക്കൊന്നും. ഓക്കെ, നാളെയും കാണുമോന്ന് ചോദിച്ചോണ്ട്. നാളെ കാണും. ചിലപ്പോ നാളെ കാണുമല്ലോ, കാരണം നമ്മുടെ കിഷ്കിന്താണ്ട് ഇറങ്ങുകയാണ്. എനിക്ക് പടം കാണണം. ചേച്ചി കാണുവേ. പക്ഷെ നിങ്ങള് സിനിമ കാണാതെ ഇതുപോലുള്ള പത്രവാർത്ത ഇനിയും ചെയ്യണം, നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ അത് കൊള്ളാം. സിനിമ കാണണം. സിനിമ കിഷ്കിന്താണ്ട് നാളെ ഇറങ്ങണം. നമ്മളെല്ലാരും പോയി കാണണം. അതെ, തീർച്ചയായിട്ടും. അപ്പോ ആ സൈഡിലിരിക്കുന്ന ചെറുക്കന്റെ പേരെന്താണ്? ജോസിൻ. എന്റെ പേര് ജോസിൻ. അത് അറിയത്തുള്ള ആർക്കും. കുഴപ്പമില്ല കേട്ടോ, ഞാൻ ജോസ്. ഇല്ല ഇന്നലെ നമ്മൾ സംസാരിച്ചായിരുന്നല്ലേ. അപ്പോൾ ഇവിടെ സമയം. അപ്പം ഇത്തരമുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് യുവാക്കളിൽ ആത്മഹത്യ കൂടുന്നു. ഇത്തരമുള്ള ആളുകളുടെ ഫാൻസുകൾ സൂക്ഷിക്കുക. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത്. അതെ, ഇവനെയൊക്കെ പ്രോത്സാഹിപ്പിക്കരുത്. ഇവനെയൊക്കെ അടിച്ചിറക്കേണ്ട ആളുകളാണ്. അംഗനവാടികളിൽ സ്മാർട്ട് ടി വി, വൈഫൈ. ഇനി പിള്ളേർക്ക് ടിവിയും കാണാം. അപ്പൊ അതൊരു കാര്യമാണ്. പിന്നെ ഇന്നലെ നമ്മുടെ ലോക ആത്മഹത്യ പ്രതിരോധ ദിനമായിരുന്നു. അപ്പൊ പറയുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ യുവാക്കൾ ആത്മഹത്യ ചെയ്യപ്പെടുന്നത് ലോകത്തിൽ.
എങ്ങനെ ചെയ്യാതിരിക്കും? സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രശ്നങ്ങൾ, തൊഴിലില്ലാത്തോണ്ട് വീട്ടിൽ നിന്നുള്ള പ്രഷർ, കാമുകിമാരുടെ പ്രശ്നം. നിനക്ക് എവിടെയാണ് കാമുകി? എനിക്കില്ലെങ്കിൽ എന്താ പറയാ, അതെ വേദനിപ്പിക്കാതെ നമുക്ക് പെണ്ണില്ലടാ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ. ഇതിനൊന്നും ആത്മഹത്യ ഒരു പ്രതിവിധിയല്ല, അതുകൊണ്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതെ, പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ്? അപ്പൊ ഇന്നത്തെ പ്രധാന വാർത്തകള്, പോലീസുകാരെയൊക്കെ പല പല സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പോലീസ് വിഷയവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ ഉയർത്തിയ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങളെ തുടർന്ന് അവരെ മാറ്റിയിരിക്കുന്നു. ഹേമ കമ്മിറ്റി, രണ്ടാമത്തെ കാര്യം സാറ് പറഞ്ഞ പോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി ഹൈക്കോടതിയുടെ ചില പ്രധാനപ്പെട്ട പരാമർശങ്ങൾ വന്നത്, മണിപ്പൂരിലെ സംഘർഷം, നമ്മളെ നശിപ്പിക്കാൻ വരുന്ന ഉൽക്കയെ പറ്റി ഉള്ള ആശങ്കകൾ, അതിനൊപ്പം തന്നെ കൊച്ചിയിൽ കാണാതായ വയോധിക കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വാർത്ത, പിന്നെ ഓണം സ്പെഷ്യൽ, പിന്നെ നമ്മുടെ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളും ന്യൂസും ഒക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകളായി നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളും ആയിട്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രാധാന്യം അർഹിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളുമായിട്ട് വരും. അതായത് ലൈക്ക് ഇൻ ദ സെൻസ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വീഡിയോസിൽ ഞങ്ങൾ എല്ലാവരും വരും. ഞാൻ ലീവാണ്. അപ്പം എന്തായാലും എല്ലാവരും ഓണം ആഘോഷിക്കുക. കമന്റ് ഉണ്ട്, നിനക്കും വീഡിയോ ചെയ്തൂടെ, നീ ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ട്. അത് ഞാൻ ശരിയാവില്ല, കാരണം എനിക്ക് ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ച് 1 മണിക്കൂർ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണ്. സോ ക്യാമറ, എഡിറ്റിംഗ്, അങ്ങനത്തെ പല സ്കില്ലുകളും ഉണ്ട്. അതെ, അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, അപ്പം 11-ാം തീയതി കിഷ്കിന്ദ കാണ്ഡം റിലീസാണ്. അപ്പം നാളെ, ഇന്ന് 11-ാ എടാ, അത് പത്രത്തിന്റെ പേജ്. തീരെ വയ്യാത്ത കുട്ടികളാണ് ഞങ്ങളുടെ. അപ്പോ സിനിമ എല്ലാരും പോയി കാണുക. മലയാള സിനിമയെ തകർക്കാതിരിക്കാനും നിങ്ങളുടെ വിലയേറിയ ഒരു നല്ല സിനിമകളോടും, അതുകൊണ്ട് കിഷ്കിന്ദ ഉറപ്പായിട്ടും പോയി കാണുക. ഓക്കെ, അപ്പം നല്ല സിനിമകൾ കാണുക, ഈ സിനിമയെ എല്ലാരും കാണുക, വിജയിപ്പിക്കുക. അപ്പൊ മലയാള സിനിമ അങ്ങനെയൊന്നും തളർന്നു പോകില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മൾ കൊടുക്കുക. അപ്പൊ ആ വിശ്വാസത്തോടു കൂടി ഞങ്ങൾ 3 പേരും പോകുന്നു. എല്ലാരും സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. ടാറ്റ, ബൈ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.